വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ ഇടപെടൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ ഇടപെടൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഇസ്ഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി കൂർവിളി നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇസ്ഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി കൂർവിളി നൽകി ദൈവം അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു. തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു. തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ഓ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ ഇടപെടൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ ഇടപെടൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോൾ. യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോൾ. യാക്കോബ് എന്ന കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. യാക്കോബ് എന്ന കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ ഇടപെടൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ ഇടപെടൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ ഇടപെടൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ ഇടപെടൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ ഇടപെടൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഹല്ലേലൂയ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ മനോഹരമായ സയനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരികയാണ്. ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ കീഴ്പ്പെട്ടുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് കഴിഞ്ഞേറെ നാളുകളായി അവിടുത്തെ ലോകത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. ലോകത്തിൻ്റെ മാറ്റങ്ങളും ലോകത്തിൻ്റെ കഥാവെ ആ വഞ്ചനയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കഴിഞ്ഞ ആഴ്ചകളായി അവിടുത്തെ പരിശുദ്ധാത്മാവിൽ കീഴ്പ്പെട്ട് ഞങ്ങൾ കഥാവ് എല്ലാവരും ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഥാവ് ഇന്ന് അത് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിൽ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഇന്ന് ഈ രാത്രിയിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ കൂടെ ഇരിക്കട്ടെ. പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയങ്ങളും ശാന്തമായി തീരുവാൻ സ്വർഗത്തോട് ഞങ്ങൾ നിലവിളിക്കുകയാണ്. എല്ലാ ജോലിയുടെ ഭാരങ്ങൾ, രാവിലത്തെ വെയിലിൻ്റെയും ചൂടിൻ്റെയും എല്ലാം കർത്താവേ, ആകുലങ്ങൾ, എല്ലാം ക്ഷീണങ്ങളൊക്കെ എല്ലാം എടുത്തു മാറ്റി ഇപ്പോൾ എല്ലാ ഹൃദയങ്ങളും ശാന്തമായി തീരുവാൻ, കർത്താവ് ഉണർവോടെ ഇരിക്കുവാൻ, ജഡമോ ബലഹീനം ആത്മാവോ സന്നദ്ധമാണെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൻ്റെ ശക്തിയാൽ കർത്താവ് ഞങ്ങൾക്ക് ഉന്മേഷത്തോടെ ഇരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഞങ്ങളുടെ
ഞങ്ങളുടെ സഹോദരന്മാർ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ വഴിയാത്രയിലായിട്ടുണ്ട്. എത്രയും വേഗം ഞങ്ങൾ കൂട്ടി വരുത്തി കർത്താവ് ഞങ്ങളുടെ കൂടെ ചേർന്ന് അങ്ങയുടെ ആത്മാവിൽ കർത്താവെ ഞങ്ങൾക്കത് പഠിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് ശരണപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കട്ടെ. അവരെ വേഗത്തിൽ കൂട്ടി വരുത്തുവാൻ അങ്ങോട്ടേയാക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താവ് ഇന്ന് ഈ രാത്രി ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവ് വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് ചോദിക്കുന്നു, വീണ്ടും കർത്താവെ ആ മർമ്മങ്ങൾ ഗ്രഹിച്ചറിയുവാൻ ഞങ്ങളിന്ന് ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ കർത്താവെ ഒരു വെളിപ്പാട് ഞങ്ങൾക്ക് ലഭിക്കുവാൻ, ലോകത്തെ ജയിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് ലഭിക്കുവാൻ, കേട്ട വചനത്തിൻ്റെ ആത്മാവും അതിലെ ജീവനും ഞങ്ങൾക്ക് പ്രാപിച്ചുകൊണ്ട് പോകുവാൻ ഇന്ന് രാത്രി അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഈ നിമിഷം മുതൽ എല്ലാ ഹൃദയങ്ങളോടും സംസാരിക്കണം അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെല്ലാം അസാധ്യമാണ്, സാധ്യമാക്കുന്നവൻ്റെ ആത്മാവ് ഞങ്ങളുടെ കൂടെ ഉള്ളത് നന്ദി പറയുന്നു. കർത്താവ് ഇന്ന് രാത്രി അങ്ങ് പ്രവർത്തിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ അങ്ങിൽ മാത്രം ആശ്രയിക്കുന്നു, അങ്ങേ മാത്രം ഞങ്ങൾ ശരണം വെക്കുന്നു. പ്രാർത്ഥന നന്ദി പറയുന്ന യേശുവിന്റെ നാമത്തിനെ ആമേൻ. ആമേൻ. നമ്മൾ ഇന്നോട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുക. കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഇനി നമുക്ക് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാൻ വേണ്ടിയോ. നമ്മൾ ലോകത്ത് നീണ്ട നാളുകളായി ലോകത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ജെയിംസ് യാക്കോബിൻ്റെ ലേഖനം 4:4 പറയുന്നു, വ്യഭിചാരികളായുള്ള ഒരു ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ സ്നേഹത്തിനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന് ശത്രുവായിത്തീരുന്ന ഒരു ലോകത്തിൽ മറഞ്ഞു കിടക്കുന്ന, ഞാൻ എന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുകയാണ്. എന്നോട് കൂടെ ചേർന്ന് നിൽക്കണം എല്ലാവരും. അതുകൊണ്ട് ഈ ലോകത്തിലെ സ്നേഹിതനാകാൻ നമ്മൾ ഇച്ഛിച്ചാൽ ഒരു കാര്യം മറന്നു പോകരുത്, നമ്മളെല്ലാം ദൈവത്തിന് ശത്രുവായിത്തീരും. ഒരിക്കൽ ശത്രുവായിരുന്നു, ക്രിസ്തുവിലൂടെ മിത്രമാക്കി മാറ്റിയതാണ്. റോമർ 5:1 പറയുന്നു, നമ്മളെ നിരപ്പിച്ചു സമാധാനത്തിലാക്കി. ഞാൻ വാക്കുകളൊക്കെ കട്ട് ഷോട്ട് ചെയ്ത് ആവശ്യമായത് മാത്രം പറഞ്ഞു പോകത്തേ ഉള്ളൂ. നമ്മെ നിരപ്പിച്ചു, സമാധാനത്തിലാക്കി. എന്നാൽ വീണ്ടും ദൈവത്തോട് നമുക്ക് ശത്രുവാകാൻ കഴിയുമെന്നും നമ്മുടെ ജൈവജീവൻ നഷ്ടമാക്കി നരകത്തിലേക്ക് പോകാൻ കഴിയുമെന്നും മറന്നു പോകരുത്. ഈ ലോകസ്നേഹമാണ് ഏറ്റവും പിശാചിന്റെ ജഡമോഹം, കൺമോഹം, ജീവിതത്തിലെ പ്രതാപമൊക്കെ അതുപോലെ തന്നെ ഈ ലോകമോഹങ്ങളും വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. ഞാൻ കണ്ട സത്യങ്ങൾ പറയാം. ഒട്ടനവധി, ഞാൻ പറയും TPM പോലും ഞാൻ കടന്നു പോയിട്ടുണ്ട്. അനേക സഭകളിൽ, നല്ലൊരു ശതമാനം സഭകളിലും ലോകം പുറത്തല്ല, ലോകം സഭക്കകത്താണ്. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേട്ടവർക്കും നിങ്ങൾ ഓരോന്ന് ഒരു ആത്മീയ സകലത്തെ വിവേചിക്കുന്നവനായിരിക്കണം. എന്ത് കണ്ടാലും എന്ത് കേട്ടാലും അവൻ ആദ്യം വിവേചിക്കണം. കാരണം ആത്മീയ ലക്ഷണമാണത്. ഹല്ലേലൂയ. അത് ദൈവികമാണോ, അത് മാനുഷികമാണോ, അത് ലോകത്തിൻ്റെതാണോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ ലോകത്തിനെ സ്നേഹിക്കരുതെന്ന് കർത്താവ് പറഞ്ഞു. ലോകത്തെ സ്നേഹിക്കുന്നവരെ പിതാവിന് സ്നേഹമില്ല എന്നൊക്കെ നമ്മൾ വായിച്ചതാണ്. ഓടിച്ചു വിടുകയാണ്. ലോകം എങ്ങനെ ഉണ്ടായെന്ന് നമ്മൾ പഠിച്ചു. എങ്ങനെയാ അല്ലേ? നമുക്കറിയാം. ഞാൻ പിക്ചർ കാണിച്ചു വരുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രമാണ്. ലോകം എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് കണ്ടതാണ്. ഒരുത്തൻ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കൂടെ ആയിരുന്ന കെരൂബെന്ന് പറഞ്ഞ ദൂതന്മാരിൽ ശ്രേഷ്ഠനായിരുന്നവൻ, മിഖായേലിനേക്കാളും ഗബ്രിയേലിനേക്കാളും എല്ലാവരെക്കാൾ ശ്രേഷ്ഠനായ ഏറ്റവും വലിയ വ്യക്തി അല്ലേ? ദൈവത്തെക്കാൾ അല്പം ദൈവത്തിൻ്റെ കൂടെ എപ്പോഴും നടക്കുന്ന ആ കെരൂബായിരുന്നവൻ. അവൻ ദൈവത്തോട് മത്സരിച്ചു. നമുക്കറിയാം, മത്സരിച്ചു. അവനിൽ സ്വർഗത്തിൽ 3 ഭാഗം ദൂതന്മാർ അവന് കൂട്ടുനിന്നപ്പോൾ അവനെയും ദൈവം ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തി വിട്ടു. 100% എന്ന് പറഞ്ഞാൽ 33.33% എന്ന് പറഞ്ഞാൽ 33 കോടി ദൂതന്മാർ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വീണുപോയി. അവരാണ് ഭൂമിയിലെ ദൈവങ്ങളെന്നൊക്കെ നമ്മൾ കണ്ടു. ദൈവം നമ്മളെ സൃഷ്ടിച്ചാക്കി വെച്ചത് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ കണ്ടതാണ്. ഓരോ ഉൽപ്പത്തി 1:26 ദൈവം മനുഷ്യനെ വാഴുവാൻ വെച്ചതാണ്. 5 കിങ്ഡത്തിന് മേൽ വാഴുവാൻ വെച്ചതാണ്. ഏതൊക്കെയാണ്? 6ാമത്തെ കിങ്ഡത്തിൽ ദൈവം മനുഷ്യനെ വെച്ചിട്ട് 6th കിങ്ഡം. അതുകൊണ്ടാണ് മനുഷ്യൻ 6ാമത്തെ ദിവസം എന്നൊക്കെ പറയുന്നത്. 666 വന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നോട്ട്സ് വേണമെങ്കിൽ ഞാൻ PDF അയച്ചു തരാം. എല്ലാം പറഞ്ഞാൽ മതി, PDF ഒക്കെ അയച്ചു തരാം ഫ്രീ. എല്ലാം നേരത്തെ കൊടുക്കുമായിരുന്നു, ഇപ്പം ആരും ചോദിക്കാറില്ല. ഇപ്പം എല്ലാവരും പഠിച്ചായതുകൊണ്ട് ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിൽ ചോദിക്കുക, PDF മൊത്തം അങ്ങ് അയച്ചു തരും. അല്ലേ? പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണമേ, ഈ 6ാമത്തെ 6th കിങ്ഡത്തിൽ മനുഷ്യ ദൈവം വെച്ചു. അവൻ ഭൂമിയിലെ 5 കിങ്ഡം, പറവജാതി, ഫിഷ് കിങ്ഡം, ആനിമൽ കിങ്ഡം, റെപ്റ്റൈൽ കിങ്ഡം, പ്ലാനറ്റ് കിങ്ഡം എന്നൊക്കെ പറഞ്ഞ 5 രാജ്യങ്ങളുടെ മേൽ വാഴുവാൻ ദൈവം മനുഷ്യനാക്കി വെച്ചതാണ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആഴമായി പഠിക്കും. അതിന് മുകളിൽ 7th കിങ്ഡം ദൈവരാജ്യമുണ്ട്. അവൻ മനുഷ്യൻ ദൈവരാജ്യത്തിന് കീഴ്പ്പെട്ട് ഭൂമിയെ വാഴണമായിരുന്നു. അങ്ങനെ മനുഷ്യൻ തെറ്റിപ്പോയി. മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ആ 6th കിങ്ഡം ഒരു വേറൊരുത്തനെ കൈമാറ്റപ്പെട്ടു പോയി. അവൻ നമുക്കറിയാം, സാത്താൻ. അതാണ് ലോകം, ആ വാഴുന്ന ലോകം. അതാണ് അതിൻ്റെ പേരെ ലോകമെന്ന് പറയുന്നത്, അല്ലാതെ ഭൂമിയല്ല. ഭൂമിയും അതിൻ്റെ പൂർണ്ണയും യഹോവയ്ക്കുള്ളതാണ്. നമ്മുടെ അപ്പൻ്റെ തന്നെയാണ്. 262 രാജ്യവും ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ തന്നെയാണ്, നമ്മുടെ തന്നെയാണ്. അതുകൊണ്ട് അതല്ല മറന്നുപോയി, ലോകം വാഴുവാൻ വെച്ച അധികാരത്തിൽ നിന്നാണ് മാറ്റപ്പെട്ടു പോയത്. നമുക്കറിയാം,
അതാണ് സഭയുടെ, അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് സഭയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ. എപ്പോഴും കർത്താവ് അനുവദിച്ചാൽ പർപ്പസ് ഓഫ് ചർച്ച് എന്ന് പറഞ്ഞൊരു ക്ലാസ്സുണ്ട്. സഭയുടെ എന്താ പറയുക, പർപ്പസ്, ഉദ്ദേശങ്ങൾ, അത് വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതൊന്നും അല്ല, അതൊക്കെ വേറെ കിടക്കുകയാണ്. ഓക്കെ, വിട്ടുപോകുന്നു. അങ്ങനെ സാത്താൻ ഈ ലോകത്തെ ഭരിക്കാൻ തുടങ്ങി. ഭൂമിയിൽ 5 കിങ്ഡത്തിൽ മേൽ മനുഷ്യന് ഭരിക്കാൻ കഴിയത്തില്ല. ഒരു പാറ്റ ഓടി മതി, ഇന്ന് മനുഷ്യൻ പേടിച്ച് പറച്ചു പോകും. റോഡിൽ കൂടി പട്ടേക്ക് മൂളിയാ മതി, നമ്മൾ പേടിച്ചു പോകും. അത് വാഴാൻ വെച്ച മനുഷ്യൻ ഇന്ന് വെറും എന്താ പറയാ, മൃഗത്തിന് അനുവരായെന്ന സങ്കീർത്തനം 49:20 വാക്യം പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനായ നശിച്ചു പോകുന്ന മൃഗത്തിൽ ദുരിതത്തിൽ എന്നൊക്കെ പഠിച്ചു വിട്ടുപോകുന്നു. വിവാഹം നടക്കുകയില്ല എന്നൊരു ക്ലാസ് പഠിച്ചായിരുന്നു. നമ്മുടെയൊക്കെ എൻഗേജ്മെന്റ് മാത്രമേ. ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ മറന്നു പോകരുതേ, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് മക്കളുണ്ടാകാം അല്ലേ, നിങ്ങൾക്ക് ഭാര്യ മക്കളെ കാണുമായിരിക്കും, ഭാര്യമാരെന്നല്ല ഭാര്യ മക്കളെ കാണുമായിരിക്കും. പക്ഷേ സത്യത്തിൽ നമ്മുടെ ആത്മീയ വിവാഹം കഴിഞ്ഞിട്ടില്ല. മറന്നു പോകരുത്. വിവാഹം നടക്കാതിരിക്കുവാൻ ചാൻസ് ഉണ്ട്. പഴയ ക്ലാസ്സൊക്കെ ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് കുറുതലേഖനത്തൊക്കെ പഠിച്ചത് പരസംഗം ഹേതുവായി ഭാര്യയെ ഉപേക്ഷിക്കുന്നതൊക്കെ പറഞ്ഞു. എന്താണ് പരസംഗം എന്നൊക്കെ നമ്മൾ ആഴമായി ചിന്തിച്ച് കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ലോകക്കാരല്ല, ലോകം നിങ്ങൾ പകക്കും. ഈ ലോകത്തിൽ നമുക്ക് ഒരിക്കൽ പോലും ചേരുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നടക്കില്ല. ലോകം നിങ്ങളെ പകച്ചിരിക്കും, നിന്ദിച്ചിരിക്കും, പരിഹസിച്ചിരിക്കും. ലോകം നിങ്ങളുടെ ശത്രുവായിരിക്കും. ആരെങ്കിലും മിത്രമാകാൻ ശ്രമിച്ചാൽ ഓർത്താ മതി, നമ്മൾ അവരുമായി കൂട്ടായി തുടങ്ങി. ഒരിക്കലും ഈ ലോകത്തിൽ നമ്മുടെ കർത്താവ് പച്ചമരമായ കർത്താവിനോട് ഇങ്ങനെ ഏതെങ്കിലും ഉണക്കമരമായി നമ്മോട് അപ്പുറത്തേക്കൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഈ ലോകം നമുക്ക് തരാൻ പോകുന്നത് അത് മാത്രമാണെന്ന കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒട്ടും പ്രതീക്ഷിക്കേണ്ട ഒരു നന്മയും ഒരു സമാധാനവും ഒരു മനുഷ്യനിൽ നിന്ന് നമുക്ക് ഒന്നും പ്രതീക്ഷിക്കേണ്ട. പ്രതീക്ഷിച്ചാൽ നമ്മൾ മൂഢന്മാർ, വഞ്ചിക്കപ്പെട്ടു പോയെന്ന കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. ഒട്ടൊരു കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഓടിച്ചു വിടുക. വേൾഡ് എന്താണ് പഠിച്ചു? സിസ്റ്റം ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിനകത്ത് പിശാച് ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭൂമിയിലല്ല ഞാൻ പറയുന്നത്, ഈ ലോകത്ത് വാഴുവാൻ ഒരു സിസ്റ്റം, മനുഷ്യരെ വഞ്ചിക്കുവാൻ ഒരുപാട് കാര്യമുണ്ട്. എടുക്കാൻ നമുക്ക് സമയമില്ല. മതങ്ങൾ പിശാചിന്റെ സിസ്റ്റമാണ്, രാഷ്ട്രീയം പിശാചിന്റെ സിസ്റ്റമാണ്. എനിക്കറിയാം ഇഷ്ടംപോലെ വിവാസന്മാരൊക്കെ എനിക്കറിയാം. ഞങ്ങളുടെ ട്രെയിനിങ് സെന്ററിൽ 10,000 ആൾക്കാർ വിവാസന്മാർ പഠിച്ചു പോയിട്ടുണ്ട്. അനേകരും ഈ രാഷ്ട്രീയ പാർട്ടിയിൽ വന്ന ആൾക്കാരുണ്ട്. ഇന്ന് അവിടുത്തെ കൗൺസിലർമാരൊക്കെ അവർക്ക് ആ കൗൺസിലർമാരൊക്കെ ഇന്നും അവർ ആ സിസ്റ്റമാണ് ഈ ദൈവരാജ്യത്തിൽ അപ്ലൈ ചെയ്യുന്നത്. ആ രാഷ്ട്രീയത്തിന് ആ തത്വങ്ങളൊക്കെ ഒരിക്കലും ഇതൊക്കെ രാഷ്ട്രീയം, വിദ്യാഭ്യാസം പഠിച്ചാൽ കാണുമായിരിക്കും. മനസ്സുകൊണ്ടാണ് പഠിക്കുന്നത്, ഹൃദയം കൊണ്ടല്ല വിദ്യാഭ്യാസം പഠിച്ചത്. എന്തുകൊണ്ടെന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളതായിട്ട്. അപ്പൊ ഇതൊക്കെ ഈ മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, ഇതെല്ലാം ഇതിന് പിന്നിൽ ഒരു ലോകമുണ്ട്, അതിന് വാഴ്ചയുണ്ട്. പൈശാചിക ലോകമാണ്, മറന്നു പോകരുത്. നമ്മളിന്ന് പഠിക്കുന്നത് മുഴുവനും നിങ്ങൾ ഓർക്കണം, ഇന്ന് ലോകത്തിലെ വിദ്യാഭ്യാസം നാം പഠിച്ചു. പണ്ടൊക്കെ ഡാർവിൻ സിദ്ധാന്തമൊക്കെ ഉണ്ടായിരുന്നു. ഡാർവിൻ്റെയൊക്കെ എനിക്ക് നമ്മുടെ ക്ലാസിന്റെ ഒരു പകുതി പോലും ആയിട്ടില്ല നമ്മുടെ ലോകത്തെക്കുറിച്ച്. ബാക്കി എനിക്ക് എടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ എന്നോട് അവസാനിപ്പിക്കുക. ഡാർവിൻ സിദ്ധാന്തമൊക്കെ മനുഷ്യനെ ചതിച്ചു കളയാൻ പിശാച് ചേർത്തതാണ്. ഇന്ന് അവർക്ക് മനസ്സിലായ തെറ്റാണെന്ന് പറഞ്ഞ് ഇന്ന് പുസ്തകത്തിൽ വലിച്ചു കയറിക്കളഞ്ഞത് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ മനുഷ്യന്റെ ബുദ്ധിയെ വികസിപ്പിച്ച സ്വയത്തിൽ ആശ്രയിക്കാൻ നമ്മെ പ്രാപ്തരാക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ സംഭവിച്ചു. അവർ നമ്മെപ്പോലെ ഒരുവനായി തീർന്നിരിക്കുന്നു, അല്ലേ? നമ്മെ ദൈവത്തെ ആശ്രയിക്കാതെ, ദൈവത്തെ കൂടാതെ നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ, ചങ്കൂറ്റമുള്ളവർ നിർത്താൻ വേണ്ടിയാണ് ലോകം. അതിലൊരു നല്ലൊരു പങ്ക് വിദ്യാഭ്യാസത്തിനുണ്ട്. ഹല്ലേലൂയ. മറന്നു പോകരുത്. ഇതൊക്കെ എടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ വിട്ടുപോകുക. നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ലോകത്തിനകത്ത് പിശാച് സ്ഥാപിച്ചിരിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. അതാണ് അതിൽ നമ്മൾ വീണുപോകും. അത് ഏതൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതിന് രുചി നമ്മുടെ നാവിൽ നിന്ന് പോകത്തില്ല. തന്ത്രങ്ങളും കാപട്യങ്ങളും കപടതകളും നമ്മൾ ഈ ആത്മീയലോകത്തിൽ ചെയ്തിരിക്കും. അതുകൊണ്ട് കർത്താവ് വിളിച്ചിട്ട് എത്രയോ വർഷങ്ങൾ നമ്മൾ പലപ്പോഴുമായിട്ടും നമുക്ക് ദൈവത്തിന് ഫലം കൊടുക്കാൻ കഴിയാതിരിക്കുന്നതിന്റെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇന്നും കർത്താവ് ആഗ്രഹിക്കുന്ന ലെവലിൽ നമ്മളൊരു ദൈവമക്കളായി തീരുവാനായിട്ട് കഴിയുന്നില്ല അനേകർക്കും. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? വിട്ടുപോകുന്നുണ്ട്, വേഗത്തിൽ വിട്ടുപോകുക. പെർഗമോസ് സഭയോട് പറഞ്ഞു, നീ പാർക്കുന്ന ഇടം സാത്താന്റെ സിംഹാസനമെന്ന് അറിയുന്നില്ലെന്നൊക്കെ പറഞ്ഞ് വായിച്ചതാണ്. മാർക്കോസും മത്തായിയൊക്കെ പറയുന്നതൊക്കെ ചെറിയ ചെറിയ വാക്യങ്ങൾ നമുക്ക് ചെറിയ വള്ളിക്കും പുള്ളിക്കും നമ്മൾ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് പഠിച്ചു. ഈ ലോകത്തിലെ ചിന്തകൾ നമ്മൾ അകത്തു വന്ന വചനത്തെ നിഷ്ഫലമാക്കി കളയും, ഫലമില്ലാതാക്കി കളയും. ഏതാണ്?
നമ്മുടെ അകത്ത് വന്ന വചനത്തെ വചനത്തിന് ഫലം കൊടുക്കാൻ കഴിയത്തില്ല. എന്നാൽ മത്തായി ഒക്കെ പറയുമ്പോൾ വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരും. എനിക്ക് ഞാൻ ഫലം കൊടുക്കത്തില്ല. വാക്കുകളുടെ ചെറിയ വ്യത്യാസങ്ങളാണ്. എന്തുകൊണ്ടാണെന്ന് പഠിച്ചു. നമ്മുടെ അകത്ത് മുള്ളുകൾ ഇന്നുമുണ്ട്. ലോകത്തിന്റെ ചിന്തകളൊക്കെ മുള്ളുകളാണ് നമ്മുടെയൊക്കെ. അല്പമായിട്ട്, ഒരുപാടൊന്നും അല്ലെങ്കിൽ അല്പമായി ചിന്തിച്ചതാണ്. ഈ ലോകത്ത് അനുഭവിക്കുന്നവർ അതിനനുഭവിക്കാത്തവരെ പോലെയും ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകുമെന്ന് ഇംഗ്ലീഷ് വായിച്ചു. ഫാഷൻ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിനൊരു ഫാഷനുണ്ട്. അത് നല്ല ഇംഗ്ലീഷ് വാക്ക്, നല്ല വാക്ക്. ഈ ലോകത്തിൻ്റെ ഫാഷൻ അല്ലേ. ആൾക്കാർ പറയും നാടോടുമ്പോൾ നടുവേ ഓടണം അല്ലേ, നടുക്കണ്ടം കഴിക്കണം എന്നൊക്കെ പറയുന്ന അല്ലേ. ഈ ലോകത്തിൻ്റെ ഈ ഫാഷനൊക്കെ ആഘോഷിച്ച് അത് നമ്മുടെ അകത്തൊക്കെ അറിയാതെ കയറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ലോകക്കാർ ചെയ്യുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യുന്നത്, നമ്മളില്ലെങ്കിൽ കൊച്ചായി പോകും അവരുടെ മുമ്പിൽ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ തന്ത്രങ്ങളാണ്, വഞ്ചനയാണ്, ചതിക്കപ്പെട്ടു പോകുന്ന കാര്യം മറന്നു പോകരുത്. വിട്ടുപോകുന്നു. ഈ യോഹന്നാൻ ലേഖനം പഠിച്ചു. ലോകത്തെയും ലോകത്തിലുള്ളവരെയും സ്നേഹിക്കരുത്, ലോകമോഹത്തിന്റെ മോഹവും ഒഴിഞ്ഞു പോകും എന്ന കാര്യം മറന്നു പോകരുത്. ദൈവത്തെ കൂടാതെ മനുഷ്യൻ അന്ന് ഉൽപ്പത്തി മുതൽ, പുസ്തകത്തിൽ മുതൽ ആദ്യമായി കായീൻ ദൈവത്തെ വിട്ട് കിഴക്കോട്ട് യാത്ര ചെയ്തു. പറഞ്ഞ ഓർമ്മയുടെ കിഴക്കോട്ടല്ലേ, ദൈവസന്നിധി വിട്ടു പോകുന്ന ആൾക്കാരുടെ പേര് കിഴക്കോട്ട്. അതുകൊണ്ട് ആ കിഴക്ക്, എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞത്, കിഴക്ക് ആലയത്തിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടത്. മനുഷ്യരെ വീണ്ടും തിരിച്ചെടുക്കാൻ വേണ്ടി എടുത്ത വാക്കുകളൊക്കെ അത്. ഉൽപ്പത്തി 14-ാം അധ്യായം ബാബേൽ ഗോപുരം പണിതും അത് തന്നെയാണ്. ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് അല്പമായി നമ്മൾ എടുക്കും. ഓക്കെ, ഇന്ന് നമ്മൾ പഠിച്ചു, ഒരു ടൈറ്റാനിക് കപ്പൽ പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം. ഈ ഭൂമി എന്ന് പറയും, ഈ ലോകമെന്ന് പറയും ടൈറ്റാനിക് കപ്പലാണ്. ഈ ലൂലൈഫിലേക്കല്ല, ലൂലുമാളിലേക്ക് ചെന്നാൽ മതി അല്ലേ. ഒരു ടൈറ്റാനിക് ലോകം പോലെയാണ്. കണ്ണൊക്കെ വശീകരിച്ച് കളയും. നമ്മുടെ കയ്യിലെ പൈസ മുഴുവൻ തീർന്നിട്ടേ നമ്മൾ പുറത്തുള്ളൂ. ആട്ടവും കൂത്തും ഒക്കെ നമുക്ക് അതിനകത്തുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഇതെന്തൊക്കെ ചെയ്താലും ഈ ഒരിക്കലും ടൈറ്റാനിക് കപ്പൽ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഉണ്ടാക്കിയ എഞ്ചിനീയർമാരൊക്കെ ഇങ്ങനെ പറഞ്ഞു, ദൈവം വിചാരിച്ചാൽ പോലും ഇത് നശിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ ചരിത്രത്തിൽ ഒന്നാമത്തെ യാത്രയിൽ തന്നെ ആ കപ്പൽ മുങ്ങിപ്പോയി എന്ന് നമുക്ക് ഹിസ്റ്ററിയിൽ, ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം മറന്നു പോകരുത്. ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയാലും ദൈവത്തെ കൂടാതെയാണ് ചെയ്യുന്നതെങ്കിൽ, ദൈവത്തെ വെല്ലുവിളിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഓർത്താൽ മതി, ഇത് ഇന്നല്ലെങ്കിൽ നാളെ മുങ്ങുന്ന കപ്പലാണ്. അത് നമ്മുടെ മിനിസ്ട്രി ആകാം, നമ്മുടെ കുടുംബമാകാം, നമ്മുടെ ജോലിയാകാം, നമ്മുടെ ബിസിനസ് ഏതുമാകട്ടെ, ദൈവത്തെ കൂടെ കർത്താവിനെ കൂടാതെ ചെയ്യുന്നുവെങ്കിൽ ഓർത്താ മതി, ഇപ്പോൾ നമുക്ക് കുഴപ്പമില്ല, കയ്യിൽ പൈസയുണ്ട്, ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, ഒക്കെയുണ്ട്, ഇതൊക്കെ അവസാനിക്കുവാൻ ഒരുവൻ കാത്തു നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ടൈറ്റാനിക് കപ്പലുകാരൻ ഉണ്ടാക്കി പറഞ്ഞ, ഇത് ദൈവം വിചാരിച്ചാൽ പോലും മുങ്ങില്ലെന്ന് പറഞ്ഞ ഒന്നാമത്തെ യാത്രയിൽ ദൈവത്തിൻ്റെ കൈവിരൽ പോലും വേണ്ടി വന്നില്ല മുക്കുവാൻ. അതുകൊണ്ട് ബാബേൽ ഗോപുരം പണിതു, സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയാം. ദൈവം താഴേക്ക് ഇറങ്ങിയ വന്നത്, നമുക്കൊന്നും എത്തിയാൽ എത്തത്തില്ല സ്വർഗം. നമ്മുടെയൊക്കെ മനുഷ്യൻ്റെയൊക്കെ വിചാരം, തോന്നലുകൾ മാത്രമാണ്. നമ്മളെ ലോകം നമ്മെ വശീകരിച്ചത് കൊണ്ടാണ്. പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഓർത്താൽ മതി നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവത്തെ കൂടാതെ പണിയരുതേ എന്ന അപേക്ഷ മാത്രമാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഇത് പറയുമ്പോൾ, ഈ ലോകത്തെക്കുറിച്ച് ഞാൻ എടുക്കുമ്പോൾ എല്ലായിടത്തും പ്രശ്നങ്ങളെ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ലോകത്തിലെ ക്ലാസ് കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ല, പിശാച് വെറുതെ ഇരിക്കത്തുമില്ല. എത്ര മനസ്സാവുന്ന ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തുമാകട്ടെ, 666 ഏകലോക ഗവൺമെൻറ് വരാൻ പോകുന്നു. അതുകൊണ്ട് എല്ലാം ഈ ഇൻ്റർനെറ്റ് ലാംഗ്വേജിലേക്ക് ബാബേൽ ഗോപുരം പണിതപ്പോൾ ഒരു ഭാഷ അല്ലേ, ഒരു ജനം എന്നൊക്കെ പറഞ്ഞതുപോലെ വീണ്ടും അത് മടങ്ങി വരാൻ പോകുന്നു. അതിൻ്റെ പേര് ഇൻ്റർനെറ്റ് ലാംഗ്വേജ്. 666 അല്ലെങ്കിൽ ഗൂഗിൾ, ഇത് അഡോബ്, ഗൂഗിൾ ക്രോം, എല്ലാം ഇതൊക്കെ അത് ഗ്ലോബലൈസേഷനൊക്കെ വന്നു. അതുകൊണ്ട് വിട്ടുപോകുന്നു. 7th 7 രാജ്യങ്ങളെ, 7 കിങ്ഡംസ്, രാജ്യത്വങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. റോമ സാമ്രാജ്യത്തെക്കുറിച്ചും അല്ലേ, ഈ പറഞ്ഞതുപോലെ ബാബിലോൺ സാമ്രാജ്യം മുതൽ താഴേക്ക് പറഞ്ഞ് നമ്മൾ കണ്ടതാണ് നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നത്തെക്കുറിച്ചൊക്കെ അല്ലേ. ഇനി ഇപ്പോൾ 6ാമത്തെ സാമ്രാജ്യമാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ജനാധിപത്യം എന്ന് പറയും. ഇനി 10 വിരലുകളുള്ള ഒരു സാമ്രാജ്യം വരാൻ പോകുന്നു. അത് എതിർക്രിസ്തുവിൻ്റെ വാഴ്ചയാണെന്ന് മറന്നു പോകരുത്. 666 വിരൽ തുമ്പിലായിരിക്കുന്നത് നമ്മുടെ ഈ തലമുറയിൽ തന്നെ ഇതെല്ലാം നമ്മുടെ കണ്ണാൽ കാണാതിരിക്കുന്നത് നമ്മളെല്ലാവരും. പക്ഷെ അത് കാണുവാൻ നമ്മളിവിടെ വിടുന്നല്ല, മുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ അതിനു മുമ്പേ കർത്താവ് നമ്മെ ചേർത്തുകൊണ്ട് പോകും. ഹല്ലേലൂയ. അപ്പോൾ അതിനുശേഷമാണ് കൈ തൊടാതെ പറഞ്ഞു വന്ന ഒരു കല്ല് ആ ബിംബത്തെ ഇടിച്ച് തകർത്തിട്ട് ഭൂമി മുഴുവനും നിറയുന്നത്. അത് മറ്റൊന്നുമല്ല, 1000 ആണ്ട് കർത്താവിൻ്റെ വാഴ്ചയാണെന്നും നമ്മൾ അല്പമായി ചിന്തിച്ചു. അതോടുകൂടി എന്താ പറയുക, ജാതീയ ഭരണകൂടം സമാപിക്കുകയാണ് ഇവിടെ.
ഈ 10 രാജ്യങ്ങളുടെ എതിർക്രിസ്തുവിൻ്റെ ഭരണത്തോടുകൂടി ഈ ഭൂമിക്കകത്ത് ജാതീയ ഭരണം സമ്പ്രദായങ്ങൾ അസ്തമിക്കാൻ പോകുക. നമ്മുടെ കർത്താവ് വാഴുവാൻ സമയമായി. ഹല്ലേലൂയ. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ലൗകിക പുരുഷന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചു. ലൗകിക പുരുഷന്മാരുടെ സമ്പത്ത് ഈ ആയുസ്സിലാണ്. ഈ ആയുസ്സിന് വേണ്ടിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മൾ ലൗകികന്മാർ തന്നെയാണ്. ദൈവം ചോദിച്ചാൽ നമുക്ക് ഇന്നും സമ്പത്ത് തരും. ഓർക്കണം, നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ ഇന്നും നമുക്ക് സമ്പത്ത് തരും കർത്താവ്, അതൊരു ഡൗട്ടുമില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കണം, അത് ലൗകിക പുരുഷന്മാർക്കുള്ളതാണ്. ഹല്ലേലൂയ. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഈ ലോകത്തിലെ ആരോഗ്യം, സമ്പത്ത്, നമ്മുടെ ഇൻഫ്ലുവൻസ്, നമ്മുടെ എല്ലാം നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് കടത്തിവിടുന്നവരായിരിക്കണം യഥാർത്ഥമായി ദൈവമക്കൾ. എൻ്റെ വാക്കുകൾ ക്ലിയറായി ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഈ ലോകത്ത് ഇപ്പോൾ നമുക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, നമുക്ക് അല്ലേ ആരോഗ്യമുണ്ട്, നമ്മുടെ വസ്തുവകളുണ്ട്, നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, നമ്മുടെ താളന്തുകളുണ്ട്, ജന്മനായുള്ള താളന്തുകളുണ്ട് അല്ലേ. ഞാനും ഒരു ആർട്ടിസ്റ്റായിരുന്നു, പക്ഷേ അതെനിക്ക് എൻ്റെ ഈ പടം വരക്കാർക്ക് ഒരുപാട് ഉതകി എല്ലാം. അപ്പോൾ ഏതൊക്കെയുണ്ട്, സമ്പത്തുണ്ട്, ഇതൊക്കെ നമ്മളെ കൺവേർട്ട് ചെയ്യുകയാണ്. ദൈവം അബ്രഹാമിന് നീതിയെടുത്ത്, വിശ്വാസത്തെടുത്ത് നീതിയായി കണക്കിട്ടതുപോലെ ഈ തലമുറയിൽ, ഈ ആയുസ്സിൽ ബുദ്ധിമാന്മാരെ പോലെ നമുക്കുള്ളത് മുഴുവനും ദൈവരാജ്യത്തിലേക്ക് കയറ്റിവിടുകയാണ് നമ്മൾ. എത്ര പേർക്ക് പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങളൊക്കെ അത് ചെയ്ത ആൾക്കാർ. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഒരു മാസം ഞങ്ങൾക്ക് മിനിസ്ട്രി ചെയ്യാൻ വേറെ ആരെ സപ്പോർട്ടൊന്നുമില്ല. നമ്മൾ ചെറിയൊരു ജോലിയിൽ നിന്ന് തന്നെ നമ്മൾ ഒരു മാസം 1 ലക്ഷമൊക്കെ ദൈവരാജ്യത്തിൻ്റെ വിലയ്ക്ക് വേണ്ടി ഇന്ത്യ മുഴുവനും ലക്ഷത്തോളം ആൾക്കാർ നമ്മൾ ഈ ട്രെയിനിങ് സെൻ്ററിൽ പഠിച്ചു പോയിട്ടുണ്ട്. 10,000 കണക്കിന് ദിവസമായി ട്രെയിനിങ് പഠിച്ചു പോയിട്ടുണ്ട്. അതിനകത്ത് വചനം വിതറിക്കിട്ട് കൊടുത്തു നമ്മൾ. കാരണറിയാമോ, ഇതൊക്കെ അസ്തമിക്കത്തില്ല, അവിടെ കാണുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ഈ എന്തിനേയും നമ്മൾ കൺവേർട്ട് ചെയ്യുക. നമ്മളിവിടത്തെ ഇല്ലേ ഇന്ത്യൻ മണിയെ കൺവേർട്ട് ചെയ്ത് ദിർഹ എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ആക്കി മേലെ ഡോളറൊക്കെ ആക്കുന്ന മാറ്റുന്നതുപോലെ നമ്മൾ എന്താ പറയുക, കിങ്ഡം മണിയാക്കി നമ്മളത് എന്താ പറയുക മാറ്റിക്കൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിൽ. അതാ ബുദ്ധിമാന്മാർ. അതൊക്കെ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന മുഴുവനും അതിനു വേണ്ടിയാണ്. ഹല്ലേലൂയ. അല്പം സമയമുള്ളവരെ എടുത്തോളാം. അപ്പോൾ ഈ ആയുസ്സിലാണ്, ലൗകിക മനുഷ്യന്മാരുടെ ആയുസ്സിലാണ് അവരുടെ ഓഹരി. ദൈവം അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും, ഒരിക്കലുമില്ല. അംബാനിക്ക് ഷാജല്ല കൊടുത്തത്, അംബാനിക്ക് ദൈവം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾ. നമ്മളൊരു അംബാനിക്ക് അവരുടെ ദൈവമാണ്, ഒന്നുമല്ല. മഞ്ഞും മഴയും ദുഷ്ടന്മാരുടെ പേരും നീതിമാന്മാരുടെ പെയ്ക്കുന്നത് ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് തന്നെയാണ്. അതുകൊണ്ട് മറന്നു പോകരുത് നിങ്ങൾ. നമ്മുടെ ചില ചിന്തകളൊക്കെ ഉണ്ട് നമുക്ക്, അത് സാത്താൻ കൊടുത്തത്, അവരാരാധിക്കും ദൈവം കൊടുത്തത്, ഒന്നുമല്ല. നമ്മുടെ ദൈവം നീതിമാനാണ്, മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിന് മുമ്പിലും സാത്താൻ്റെ മുമ്പിലും. ഹല്ലേലൂയ. അപ്പോൾ അതൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്, അത്യാവശ്യമായി ഓർത്തുക. ലൗകിക പുരുഷന്മാർ ഓഹരി ഈ ആയുസ്സില, അത് നമുക്ക് സമ്പാദിക്കാം, ഒരു കുഴപ്പമില്ല, ദൈവത്തിനും കുഴപ്പമില്ല. പക്ഷേ ആ കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, ഈ ലൂക്കോസിലാണെന്നൊരു വാക്ക് ഇങ്ങനെ പറഞ്ഞില്ലേ, നമ്മൾ നിത്യജീവനോ അത് ഉതകത്തില്ലെന്ന് പറഞ്ഞ വാക്യതാ, നിന്റെ വസ്തുവകളല്ല നിന്റെ ജീവനാധാരമായിരിക്കുന്നത്. യെസ്, ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? വാക്ക് കർത്താവിൻ്റെ വാക്കുകളൊക്കെ നല്ല നമ്മളെ തുളച്ചു കയറുന്ന വാക്കുകളാണ്. അപ്പം അതുകൊണ്ട് അതൊക്കെ ഓർത്ത് വെച്ച് നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് ഓടുക. ലോകം ഒരു മായയാണെന്നും നമ്മൾ കണ്ടു. എന്താ പറയുക, ശലോമോൻ പറഞ്ഞു, നമ്മൾ 36 പ്രാവശ്യമൊക്കെ നമ്മൾ പള്ളിയെക്കുറിച്ച് വാക്കെടുത്തതാണ്. 38 പ്രാവശ്യം ആകാശത്തിന് കീഴെ ഞാൻ നോക്കിയപ്പോൾ മായ 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 എന്ന് കണ്ടു, അല്ലേ? അപ്പുറത്തെ വീട്ടിലെ മായയുടെ കാര്യമല്ലോ പറയുന്നത്. എല്ലാം മായ എന്ന് കണ്ടു. ആകാശത്തിന് അപ്പുറത്തേക്ക് നോക്കിയിരുന്നെങ്കിൽ പുള്ളിക്കാരൻ നരകത്തിലേക്ക് പോകില്ലായിരുന്നു. നമ്മളും നമ്മുടെ കണ്ണുകളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തിന് കീഴെ നിന്ന് അപ്പുറത്തേക്ക് ഉയരട്ടെ എന്ന ഞാനും ഇത് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് ആഴമായി പഠിച്ചതാണ്. വിട്ടുപോകുന്നു. ഈ ലൂലുമാളിലേക്ക് കയറിയാൽ നമ്മളെയൊക്കെ കൺട്രോൾ പോകും, അല്ലേ? ശരീരാഭ്യാസം നല്ലത് തന്നെയാണ്, പേടിക്കൊന്നും വേണ്ട. ജിമ്മിൽ പോണത് തെറ്റൊന്നും ഞാൻ പറയത്തില്ല, പക്ഷെ കുഴപ്പമില്ല, അല്പം പ്രയോജനമേ ഉള്ളൂ. ഞാൻ പറഞ്ഞതല്ല, കർത്താവ് പറഞ്ഞ വാക്യോ. ശരീരാഭ്യാസം പ്രശ്നമൊന്നുമില്ല, പൊക്കൊക്കെ, പക്ഷെ അല്പം പ്രയോജനമേ ഉള്ളൂ. നമ്മുടെ ആത്മീയ എക്സസൈസാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. എത്രത്തോളം ആത്മീയമായി എക്സസൈസ് ചെയ്യുന്നുവോ നമുക്ക് അത്രത്തോളം നമുക്ക് നമ്മുടെ അകത്തെ മനുഷ്യൻ വളരും. പുറത്തെ മനുഷ്യൻ ആവശ്യമായി കൊടുത്തോ, അല്ലേ? വയറൊക്കെ ചാടിയ ഇത്തിരി പൊക്കോ നല്ല കാര്യമാണ്, ഞാൻ വേണമെന്ന് പറയത്തില്ല, അല്ലേ? അതുകൊണ്ട് നമ്മൾ ദൈവം ഫിലിപ്പിലേനി പറയുന്നു, നമ്മുടെ ദൈവമോ അവരുടെ ദൈവമോ വയറെന്ന് പറഞ്ഞ പോലെ ആ വയറിന് വേണ്ടി ആകരുത് ഒക്കെ എന്തുമാകട്ടെ. വിട്ടുപോകുന്നു. പഴയ നിയമത്തിലെ ഓൾഡ് ടെസ്റ്റ് ഫറവോനെ കുറിച്ച് പറയുന്നത് പുതിയ നിയമത്തിൽ ആരാ പഠിച്ച ഓർമ്മയുണ്ടോ? ഇതെല്ലാം പഴയ പുതിയ നമ്മൾ ബന്ധിക്കപ്പെട്ട് പഠിക്കുക. പഴയ നിയമത്തിൽ ഇസ്രാ മക്കളെ ഫറവോനിൽ നിന്ന് വിടുവിച്ചു, നമ്മളെ സാത്താനിൽ നിന്ന് വിടുവിച്ചു. പഴയ നിയമത്തിൽ ഇസ്രാ മക്കളെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ചു, നമ്മളെ ലോകത്തിൽ നിന്ന് വിടുവിച്ചു. ഈ വാക്കുകളൊക്കെ ഇവിടെ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ ഞാൻ ഇതിൻ്റെ PDF ആവശ്യമുള്ളത് ചോദിച്ചാൽ ഇത് മുഴുവൻ ആഴ്ച തന്നേക്കാം. നാളെ എനിക്കതിനെ കൊടി പിടിച്ചാലും കുഴപ്പമില്ല, ഞാൻ മുഴുവൻ ആഴ്ച തന്നേക്കാം,
അല്ലേ? എന്തുമാകട്ടെ, ശ്രദ്ധിച്ചു നോക്കി, ഇതൊക്കെ അറിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും, നമുക്ക് രക്ഷ ഉറപ്പിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ പതറിപ്പോവും നമ്മൾ. കാഹളം ധരിക്കുമ്പോൾ നമ്മുടെ ഏപ്പിളകും. ഈ ദാനിയേൽ പറയുന്ന പോലെ നമ്മുടെ ഏപ്പൊക്കെ ഇളകിപ്പോവും നമ്മുടെയൊക്കെ. അപ്പം അതുകൊണ്ട് ദൈവം ഫറവോനിൽ നിന്ന് വിടുവിച്ചു, ഈജിപ്തിൽ നിന്ന് വിടുവിച്ചതുപോലെ നമ്മളെ സാത്താനിൽ നിന്നും ലോകമെന്ന് പറയുന്ന അല്ലേ, സാത്താൻ അണ്ടറിൽ നിന്ന് നമ്മളെ വിടുവിച്ചതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ അകത്ത് ലോകത്തിൻ്റെ എന്തെങ്കിലും സിസ്റ്റങ്ങളോ ലോകത്തിലെ നന്മകളോ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ നമ്മുടെ അകത്തോ വീട്ടിലോ കുടുംബത്തിലോ അല്ലേ പോക്കറ്റിലോ ബാങ്കിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഓർത്താൽ മതി, അത് നിങ്ങൾക്ക് ശാപം തന്നെ ആയിരിക്കുവേ, മറന്നു പോകരുത്. മറ്റുള്ളവരുടേത് ലോകത്തിൻ്റെത് എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വസ്തുക്കളിൽ, ബാങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ക്ഷമ പറഞ്ഞ് സാഷ്ടാംഗം വീണ് അല്ലേ മാപ്പ് പറഞ്ഞോ, കൊടുക്കാനുള്ള കൊടുത്തു തീർത്തോ, ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ശാപമായി തീരും, തലമുറകൾക്ക് ശാപമായി തീരും എന്ന കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. മനുഷ്യൻ ലോകത്തെ നോക്കുമ്പോൾ അത് സ്വർഗമായി തോന്നും അല്ലേ? ലൂലു മാളിലേക്ക് മറ്റേ മാളുണ്ടല്ലോ, ആ ഫോറം മാളിലേക്കൊക്കെ പോയാൽ സ്വർഗത്തിലേക്ക് കയറുന്ന പോലെയാ. കുമളി കട്ടപ്പന മറ്റേ അവിടുത്തെ ഏരിയ എന്നൊക്കെ ഞങ്ങളൊക്കെ പാസ്റ്റർമാരൊക്കെ വരുമ്പോൾ അവർ കണ്ണു തള്ളി പോകണം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർക്കത് ആദ്യമായിട്ട് തോന്നുന്നുകൊണ്ട്. എന്നുമാകട്ടെ, മനുഷ്യൻ ഈ ലോകത്തെ കാണുന്നത് സ്വർഗത്തെ പോലെയാണ്. ദൈവം ഇതിനെ കാണുന്നത് എന്താ? ഒരു പന്നിക്കൂട്. മുടിയനായ പുത്രൻ അവസാനം വന്നു പെട്ടത് എവിടെയാ? പന്നിക്കൂട്ടിൽ. അതുപോലെയാ ദൈവത്തെ കൂടാതെ മനുഷ്യൻ ജീവിക്കുന്നത് ഈ പന്നിക്കൂട്ടിലാണെന്ന കാര്യം മറന്നു പോകരുത്. പന്നിയുടെ വാളവരയ്ക്ക് വേണ്ടി നമ്മളും തല്ലിപിടിച്ചുകൊണ്ടിരിക്കുന്നത്. വിട്ടുപോകുന്നു. ഇവിടുത്തെ പ്രശസ്തി, ഇവിടുത്തെ മാനം, ഇവിടുത്തെ നന്മകൾ. ക്ലിയർ ആണോ? ഓക്കെ, വിട്ടുപോകുന്നു. അപ്പോൾ പാപം ചെയ്ത മനുഷ്യനെ ദൈവം തന്നെയാണ് ഈ ഏദൻ പർദീസ വിട്ട് ഈ ഭൂമി എന്ന് പറഞ്ഞ ജയിലിലേക്ക് വിട്ടത്. അതിനെക്കുറിച്ച് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ പഠിക്കും ദൈവരാജ്യത്തെക്കുറിച്ച്. ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയാം, അബ്രഹാമിനോട് ദൈവം ഈ ഭൂമിയിലെ വാഗ്ദത്ത ദേശം കൊടുത്തു. ആണോ? അല്ലേ? ഈ ദേശത്തെ ഈ കണ്ണുകൊണ്ട് കാണുന്ന കലാൽ ദേശം കൊടുത്തു. പക്ഷേ അബ്രഹാമിന് ആ വാഗ്ദത്ത ദേശത്തിൽ നടക്കുമാറാക്കി ദൈവം. പക്ഷേ ഒരു കാലടി മണ്ണ് പോലും ദൈവത്തിന് കൊടുത്തില്ല എന്ന് പറഞ്ഞ് അബ്രഹാമിനെ ദൈവം വഞ്ചിച്ച് കളഞ്ഞു ദൈവം. നമ്മളാണെങ്കിൽ ഇട്ടേച്ച് പോയനല്ലേ, നിന്നെ ഞാൻ കർത്താവേ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് പോയനെ. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ദൈവം പറഞ്ഞ് നിനക്ക് ഞാൻ വാഗ്ദത്ത ദേശം തരാന്ന് പറഞ്ഞില്ലേ? കനാൻ ദേശം കൊടുത്തോ? പറ. അബ്രഹാമിന് ദൈവം പറ്റിച്ചു. എൻ്റെ ദൈവമേ, അവസാനം എന്നെ പറ്റി പറഞ്ഞേക്കല്ലേട്ടാ. ഇല്ലേ, കണ്ണാൻ നോക്കി, ഞാൻ നിനക്ക് കനാൻ ദേശം തരാമെന്ന് പറഞ്ഞു. പക്ഷെ കൊടുത്തോ? അവനവിടെ ജീവിച്ചു, കനാൻ ദേശം മുഴുവൻ ചുറ്റിക്കറങ്ങി ജീവിച്ചു, ഒക്കെ കണ്ടു. പക്ഷേ ഒരു കാലടി മണ്ണ് പോലും ദൈവം അവന് കൊടുത്തില്ല. അവൻ്റെ സന്തതികൾക്ക് 430 വർഷമൊക്കെ ആയിട്ട് വീണ്ടും അത് കൊടുത്തത്. ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യം അബ്രഹാമിന് മനസ്സിലായി, ഇവിടെ കർത്താവിനിക്ക് ഈ ഭൂമിയിലെ കനാദേശത്ത് പറഞ്ഞതാ അല്ലേ, ഈ മറ്റേ യൂഫ്രട്ടീസ് നദിയുടെ സൈഡിലൊക്കെയുള്ള രാജ്യം തരാമെന്ന് കർത്താവ് പറഞ്ഞതാ. പക്ഷേ അദ്ദേഹത്തിന് വെളിപാടുണ്ടായി, സുബോധം വന്നു. ഇതല്ല, അതിനപ്പുറം വേറൊരു കനാലുണ്ടെന്ന് മനസ്സിലായി. അദ്ദേഹത്തിനെ കണ്ടറിയാതെ അങ്ങോട്ട് പോയി. അതുകൊണ്ട് ഒരു പിറുപിറുപ്പും ഇല്ല, അല്ലേ, ദൈവത്തോട് കുറ്റവും പറഞ്ഞില്ല, വിശ്വാസത്തിൽ ഏറ്റുപറങ്ങാൻ പുള്ളിക്കാലം പോയി. നമ്മൾ ഇപ്പോഴും പിടിച്ചു വെച്ചോണ്ടിരിക്കുക. അയ്യോ നമുക്ക് വാഗ്ദത്തം കിട്ടിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഡിസംബർ 31 കാര്യമൊക്കെ പിടിച്ചോണ്ടിരിക്കുക ഇപ്പോഴും അല്ലേ. നോക്കിയേ, ഇവിടെ ദൈവം അവന് വാഗ്ദത്തം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ കൂടാരങ്ങളിൽ പാർത്തു അബ്രഹാം. നമ്മൾ ഇത് പരദേശദാസമാന്ന് പറഞ്ഞിട്ട് നമ്മൾ പന്നിക്കൂട്ടിൽ വീട് വെക്കണമെന്നല്ലേ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹൃദയം അവിടെ ആകിപ്പോകരുതാ പറഞ്ഞു വരുന്നത്. വ്യത്യാസം മനസ്സിലായോ? ഭക്തന്മാരുടെയും ലൗകികന്മാരുടെയും വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ വേണം, ആവശ്യമുള്ളൊക്കെ ഉണ്ട്. പക്ഷേ ഹൃദയം അവിടെ ആയി പോകരുത്. അതിനു വേണ്ടി ആകരുത് ജീവിക്കുന്നത് അല്ലേ. വീടൊക്കെ വെച്ച് ലോണക്കാൾ പിന്നെ എങ്ങനെ നമുക്ക് ലോൺ അടക്കാനും അതിന് തന്ത്രപ്പാടായിരിക്കും നമുക്ക്. പക്ഷെ വിളിച്ചവൻ്റെ മുഖത്തേക്ക് വിട്ടുപോകരുത്. അതാണ് നമ്മുടെ മെയിൻ. എന്തെല്ലാം ഉണ്ടെങ്കിലും വിളിച്ചവൻ്റെ മുഖമായിരിക്കണം നമ്മുടെ ഹൃദയത്തിന്. മോശക്ക് ദൈവത്തിന് അല്ലേ എന്താ മനസ്സ് വെളിപ്പെടുത്തി കൊടുത്തു, മുഖം അല്ലേ വെളിപ്പെടുത്തി കൊടുത്തു. ഇസ്രാമക്കൾക്ക് അവൻ്റെ പ്രവൃത്തികൾ, അത്ഭുതങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. വ്യത്യാസമുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്നവനെ കൂടെയൊക്കെ വ്യത്യാസങ്ങളുണ്ട് ദൈവത്തിന്. വിട്ടുപോകുന്നു. ഓക്കെ, വിടുക. 40 വർഷം എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കളെ ദൈവം 40 വർഷം മരുഭൂമിയിലിട്ട് കറക്കിയത്? വെറും 11 ദിവസം കൊണ്ട് മാത്രം കനാൻദേശം അവകാശമാക്കിയ ഇസ്രായേൽ മക്കൾ 40 വർഷമിട്ട് വെറുമിട്ട് കറക്കി കളഞ്ഞു ദൈവം. എന്തുകൊണ്ടാണ്? അവരുടെ ഹൃദയത്തിൽ നിന്ന് മിസ്രൈം പോയില്ല, ഈജിപ്റ്റ് പോയില്ല, അവിടുത്തെ ചുറ്റുള്ളി, വെളുത്തുള്ളി, ആച്ചി മസാല, ഈസ്റ്റേൺ മസാല അല്ലേ, ഒന്നും അവരുടെ ഹൃദയത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന്, മൂക്കിൽ നിന്ന് പോയില്ല, നാവിൽ നിന്ന് പോയില്ല. ദൈവം 40 വർഷം കറക്കിയിട്ടും പോയില്ല. മിസ്രൈം എന്താ? ലോകം. നമ്മളെയും ലോകം. അത് നമ്മളെയും ദൈവം ഇന്ന് ഈ കഷ്ടതയിലൂടെ, ദുഃഖത്തിലൂടെയൊക്കെ ചിലപ്പോൾ കടത്തിവിടുന്നത് ഇത് കളയാൻ വേണ്ടിയാ.
എന്നിട്ടും കളയുന്നില്ലെങ്കിൽ പോയി ചാകടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ദൈവം തള്ളിക്കളയുന്നത്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങളെല്ലാവരും? അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് നിഴലായി ദൃഷ്ടാന്തമായി സംഭവിച്ചു. ദൈവം തന്നെ തള്ളിയിട്ട് കൊന്നു കളഞ്ഞു. പഴയ നമ്മുടെ ക്ലാസ്സുകളുണ്ട്, വീണ്ടും കേട്ടാൽ മതി. ഈ ലോകത്തിലെ നന്മ, ഈ ലോകത്തിലെ സമൃദ്ധിയുടെ സുവിശേഷം ദൈവജനത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധി. ഇന്ന് ലോകത്തിൽ കേൾക്കുന്ന സമൃദ്ധിയുടെ സുവിശേഷം അല്ലേ, ഈ കാണുന്നത് മുഴുവനും നമ്മെ ന്യായം വിധിച്ച് നരകത്തിൽ തള്ളുവാൻ ദൈവം അഴച്ചതാണ്. ഈ ഇത് കാണുന്ന ടച്ചും അല്ലേ ഫയറൊക്കെ ദൈവം വിട്ടതാണ്. എന്താണെന്നറിയാമോ? ദൈവത്തെ, സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുവാൻ മനസ്സിലായിക്കൊണ്ട് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഭവിക്കും. 2 തെസ്സലോനിക്കർ 2:9-11 വരെയുള്ള വാക്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയുമ്പോഴാണ്, ദൈവത്തിൻ്റെ മനസ്സറിയുമ്പോഴാണ് നമ്മളിതൊക്കെ പഠിച്ചു വരുന്നത്. അപ്പോൾ അവർ 40 വർഷം കറക്കിയിട്ടും അവർക്കൊന്നും മാറ്റം രൂപാന്തരം ഉണ്ടായില്ല. കാരണം അവരുടെ ഹൃദയം മുഴുവനും ലോകമായിരുന്നു. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ സമ്മിശ്ര ജാതിയെക്കുറിച്ച് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ സമ്മിശ്ര ജാതികൾ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന സമ്മിശ്ര ജാതികളുണ്ട്. ആഴമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണ്. ഹല്ലേലൂയ. അവരാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ മരുഭൂമി യാത്രയിൽ ഇസ്രായേൽ മക്കളെപ്പോലും, വാഗ്ദത്ത മക്കളെപ്പോലും ചതച്ചു കളയുന്നത് ഈ മിസ്രൈം, ഈ എന്താ പറയുക, സമ്മിശ്ര ജാതികളായിരുന്നു. അവർക്ക് കൂടി ഈ ലോകം കയറ്റിക്കൊടുത്തു അങ്ങാട്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, വിട്ടുപോകുന്നു. അപ്പോൾ ഈജിപ്റ്റ് ആയിരുന്നു എന്നൊക്കെ പഠിച്ചു. ഇസ്രായേൽ മക്കളെ വിളിച്ചു. അവരുടെ പിതാക്കന്മാർ അപ്പോസ്തലപ്രവൃത്തി പറയുക, അല്ലെങ്കിൽ സങ്കീർത്തനം 106 പറയുക, സങ്കീർത്തനം, മനോഹര ദേശത്തെ അവർ നിരസിച്ചു കളഞ്ഞു, വചനത്തെ അവർ വിശ്വസിച്ചുമില്ല, കൂടാരങ്ങൾ വെച്ച് പിറുപിറുത്തു, യഹോവയുടെ വചനം കേൾക്കാതിരുന്നു. തള്ളിക്കളഞ്ഞു അവർ ദൈവം. അതുകൊണ്ട് ദൈവത്തെ തള്ളിക്കളഞ്ഞപ്പോൾ ദൈവം അവരെയും തള്ളിക്കളഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം പറയുന്നു, ഹൃദയം കൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാം മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞു പോയി. ഹല്ലേലൂയ. എത്ര ഭയാനകമാണെന്നറിയാമോ? പഠിച്ചതൊക്കെ ഓർത്താൽ മതി നിങ്ങൾ. ഓക്കെ, നമ്മുടെ ഈ ലോകത്തിലെ നന്മകളും പ്രതാപങ്ങളും എല്ലാം ഈ ശവപ്പറമ്പിൽ പോയി അവസാനിക്കും. മറന്നു പോകരുത്. നമ്മുടെ പ്രതാപങ്ങൾ, നമ്മൾ പഠിച്ചത്, ലോകത്തിൽ കേട്ടതെല്ലാം നിങ്ങൾ ഓർത്താൽ മതി അല്ലേ. എല്ലാം അവസാനിക്കുന്ന ഇവിടെ അറിയാമോ? ശവപ്പറമ്പിലാണ്. നമ്മൾ ലോകത്തിൽ സമ്പാദിച്ച, വേണ്ടെന്നല്ല പറയും, വിദ്യാഭ്യാസം വേണം, ഒക്കെ വേണം, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അതിന് കൊടുക്കേണ്ട മഹത്വം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. മഹത്വം എന്ന് പറയാൻ എനിക്കറിയത്തില്ല അല്ലേ. അതിനപ്പുറത്തേക്ക് അതിന് വില കൊടുക്കരുത്. എൻ്റെ പ്രശസ്തി, എൻ്റെ മാനം, എൻ്റെ ജോലി, എൻ്റെ വിദ്യാഭ്യാസം എന്തുമാകട്ടെ, അതിന് കൊടുക്കേണ്ടത് അതിന് പുറകിലാ വില. അതിനെ മുമ്പിൽ കയറ്റിയിരുത്തിയാൽ, നമ്മുടെ പേരിനെ മുമ്പിൽ കൊണ്ടുവന്ന് അതിനെ ഇട്ടാൽ ഓർത്താൽ മതി, അറിയാതെ അവൻ നമ്മളെ വിഴുങ്ങിക്കളയും. പിന്നെ നമ്മൾ പറയും, അവൻ എന്നെ കൊച്ചാക്കി, ഞാൻ ഇന്ന വലിയ ആളല്ലേ, ഞാൻ ഡോക്ടറല്ലേ, എന്നെ അങ്ങനെ ചെയ്യാമോ, എന്നെ ഇങ്ങനെ ചെയ്യാമോ അല്ലേ, ഞാൻ വലിയ ഇവിടുത്തെ മന്ത്രിയല്ലേ, കൗൺസിലർ, അവനെന്താ അങ്ങനെ വിളിച്ച് നമ്മളെ കൊച്ചാക്കുന്ന പരിപാടി. നമുക്കറിയാതെ ലോകം നമ്മെ അത് വശീകരിക്കും. ഇത് എന്തൊക്കെ നേടിയാലും ഈ പ്രശസ്തിയും മാനങ്ങളെല്ലാം ശവപ്പറമ്പിൽ വന്ന് അവസാനിക്കുന്ന കാര്യം മറന്നു പോകരുത്. ഇതൊന്നും നമ്മെ സ്വർഗത്തിലേക്ക്, ആകാശത്തിലേക്ക് കൊണ്ടുപോകില്ല എന്ന കാര്യം കൂടി അറിഞ്ഞു വേണം നമ്മൾ ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ വേണം, ഇതെല്ലാം ആവശ്യമാണ്. ഇവിടെ പുറകിലിരിക്കണം. ആയുഷ്കാലം നന്മയും കരുണ നിന്റെ ആയുഷ്കാലം മുഴുവനും പുറകെ പിന്തുടരും, മുമ്പിലല്ല. മുമ്പിൽ ദൈവരാജ്യം മാത്രമായിരിക്കണം. നമ്മുടെ നിത്യത, നമ്മുടെ സ്വർഗം, പിതാവ് മാത്രമായിരിക്കണം. ഇതെല്ലാം പുറകിൽ നിൽക്കണം. ഹല്ലേലൂയ. ഇതുമാകട്ടെ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പഠിച്ചതാണ്. പിന്നെ പഠിച്ചു, ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തിൽ ഉള്ളതിനെയും. അപ്പോൾ ലോകത്തിലുള്ളത് നമ്മൾ പഠിച്ചു. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നൊക്കെ പഠിച്ചു. ഇതൊക്കെ ലോകത്തിലുള്ളതാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ, ആകത്തെ എങ്ങനെ ചതിച്ചുവോ അതുതന്നെ കർത്താവിനെയും ചതിക്കാൻ ശ്രമിച്ചു, ജയിച്ചു. ഇതൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് ഈ ജഡത്തെയും ഇതൊക്കെ ജയിക്കാൻ വേണ്ടിയാണ്. കാര്യം മറന്നു പോകരുത്. ലോകത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വിട്ടുപോകുന്നു. എന്തായാലും ജഡമോഹത്തെക്കുറിച്ചൊക്കെ ആഴമായി നമ്മൾ ചിന്തിച്ചതാണ്. ജഡവും ആത്മാവും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ച് പഠിച്ചതാണ്. ജഡവും ആത്മാവും നമ്മുടെ ദേഹിയെ അല്ലേ, ജഡവും ആത്മാവും തമ്മിൽ, ആത്മാവ് നമ്മുടെ ദേഹിയെ പിടിച്ചു വലിക്കും, നമ്മുടെ ജഡം നമ്മുടെ ദേഹം പിടിച്ച് വലിച്ചിട്ട് പോകും അല്ലേ. നമ്മൾ പണ്ട് പഠിച്ച ക്ലാസ് ഓർത്താൽ മതി. ഇന്നർ മാൻ, ഔട്ടർ മാൻ അല്ലേ. ഔട്ടർ മാൻ എന്ന് പറഞ്ഞാൽ ജഡവും ദേഹിയും തമ്മിൽ അല്ലേ. ഇന്നർ മാൻ എന്ന് പറഞ്ഞാൽ ആത്മാവും ദേഹിയും തമ്മിൽ. അതിലെ വ്യത്യാസങ്ങൾ നിങ്ങൾ പഠിച്ചാൽ, കൃത്യമായി അറിഞ്ഞാൽ നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം ഓടാൻ വളരെ സിമ്പിളായിരിക്കും എന്ന കാര്യം മറന്നു പോകരുത്. നമുക്കറിയാം ഇന്നർ മാൻ, ഔട്ടർ മാൻ എന്നൊക്കെ കണ്ടു. ഔട്ടർ മാൻ, പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാൽ എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിലേക്കാണ് പോകുന്നത്. അവന് വേറെ ഒന്നുമില്ല. അവൻ്റെ പുറകെ പോയാൽ നമുക്ക് നരകമേയുള്ളൂ. നമുക്ക് അകത്തെ മനുഷ്യൻ്റെ വർക്ക് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അല്പമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. വിട്ടുപോകുന്നത്
റോമർ 8:13 നമ്മൾ പഠിച്ചായിരുന്നു. വീണ്ടും ജനിച്ചാലും രക്ഷിക്കപ്പെട്ടാലും എന്ത് പറ്റുന്നറിയാമോ? ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം. അത് പറയണം, അതാണ് ഏറ്റവും വലിയ കാര്യം നമുക്ക്. ഓക്കെ, വിട്ടുപോകുന്നു. നമ്മുടെ കണ്ണിൽ കൂടെയും എല്ലാം കടന്നു വരുന്ന എല്ലാവിധമായ ചിന്തകളൊക്കെ ഹൃദയത്തിലേക്ക് വിടാതെ മനസ്സിൽ വെച്ച് അരിച്ചെടുക്കുമെന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, ജീവനത്തിൻ്റെ പ്രതാപത്തെക്കുറിച്ച് ആഴമായിട്ട് പഠിച്ചത് അത്യാവശ്യം ആവശ്യമായതെല്ലാം. ലോകത്തിന് അനുരൂപരാകരുത്, ഇത് നമ്മൾ എടുത്തില്ല, വിട്ടുപോകുന്നു. രൂപാന്തരത്തിലൂടെ മാത്രമേ ദൈവത്തെ അറിയാൻ കഴിയുള്ളൂ. നമ്മളത് പഠിച്ചു, അത് പഠിച്ചില്ല, അതും ഞാൻ വിട്ടുപോകുന്നു. ചിലർക്ക് വിട്ടുപോകുക. എങ്ങനെ ലോകത്തെ ജയിക്കാമെന്ന് പഠിച്ചു. ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം മറന്നു പോകരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും. ഈ സത്യം എപ്പോഴും നമ്മൾ എണ്ണുക, അല്ലേ? റോമർ 8 പഠിച്ച 3 കാര്യങ്ങളാണ്. എണ്ണുക എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന 3 കാര്യങ്ങളുണ്ട്, അല്ലേ? ആ കാര്യങ്ങൾ മറന്നു പോകരുത്. ഓരോ ദിവസം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം നമ്മൾ. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിലും ക്രൂശിക്കപ്പെട്ടിരിക്കുക. അത് ലോകത്തിലും എൻ്റെ മേലെ ഒരു സ്വാധീനമില്ല എന്ന കാര്യം നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചത് കഴിഞ്ഞ കാര്യമാണ്. വിട്ടുപോകുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവരെല്ലാം ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ എങ്ങനെ ജയിച്ചത്? നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലാസ് പഠിച്ചതാ. ലോകത്തെ ജയിക്കുവാനുള്ള മറ്റൊരു മാർഗമാണ് എന്താണ്? നമ്മുടെ വിശ്വാസം, അല്ലേ? ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം. വിശ്വാസം എന്താണെന്നൊക്കെ വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഭർത്താവ് അനുവദിച്ചാൽ നമുക്ക് പഠിക്കാം. ഹല്ലേലൂയ. നമ്മൾ ലോകത്തിലെ സൗഹൃദത്തിൽ പോകരുത്. പതിയെയാണ് നമ്മൾ അറിയില്ല. ലോകം നമ്മുടെ അകത്ത് കയറുന്നത് നമ്മൾ അറിയത്തില്ല. എല്ലാം കഴിഞ്ഞ് മുഖം കുത്തി നമ്മൾ, അല്ലേ, ലോകം വലിഞ്ഞു മുറുക്കി, നമ്മുടെ എല്ലാം കൂടി നമ്മൾ വലിഞ്ഞു മുറുക്കി ഞെരുക്കി രക്ഷയില്ലെന്ന് അറിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ലോകം നമ്മുടെ അകത്താണെന്ന്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ അറിയുന്ന അവസാനമാണ്. ഇത് മുന്നമേ അറിയാൻ വേണ്ടിയാ ബൈബിൾ വായിക്ക്, പഠിക്ക്, ധ്യാനിക്ക്, നല്ല ദൈവദാസന്മാരുടെ അടുക്കൽ പോയി പഠിക്കുന്നൊക്കെ പറയുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ വീഴ്ച കഴിഞ്ഞിട്ടേ നമ്മൾ അറിയുള്ളൂ. ആദത്തിനും ഹവ്വയ്ക്കും പറഞ്ഞു കൊടുത്തു, പക്ഷേ ഹവ്വ പറിച്ചു കഴിച്ചു, ആദവും കഴിച്ചു. അത്, അല്ലേ? വീണ് കഴിഞ്ഞിട്ട് ആരും അറിയുന്നതൊക്കെ എന്തുമാകട്ടെ, വിട്ടുപോകുന്നു. എങ്ങനെ നേടാമെന്നൊക്കെ നമ്മൾ അല്പമായി ചിന്തിച്ചു, എടുത്തില്ലെങ്കിൽ വിട്ടുകളഞ്ഞു. പിന്നെ ആരൊക്കെ ജയിക്കുന്ന കാര്യം പഠിച്ചു. പിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, ബാല്യക്കാരെ, അല്ലേ, കുഞ്ഞുങ്ങളെ എന്ന് പഠിച്ചു. ബാല്യക്കാർ ശക്തരായ ദൈവവചനം നിങ്ങളിൽ വസിക്കാൽ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാൻ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ പഠിച്ചതാണ്. വിട്ടുപോകുന്നു, ഇതെടുത്തില്ല. ഓക്കെ, ഇന്ന് ഞാൻ എന്തായാലും ജാതി സമ്പ്രദായങ്ങളെ കുറിച്ച് പഠിച്ച ഓർമ്മയുണ്ടോ? ഇത് മറക്കത്തില്ല എന്തായാലും. December 31 കാണുക. എന്തായാലും ഞാൻ എല്ലാവരെയും ക്യാമറ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അല്ലേ? ദത്തമ്മേനെ കൊണ്ട് ചീട്ടെടുക്കുന്ന പരിപാടിയാണ് അല്ലേ December 31 എടുക്കുന്ന എന്താ പ്രോമിസ് കാർഡുകൾ. വിട്ടുപോകുന്നത് പഴയ എല്ലാ സമ്പ്രദായങ്ങളും പഴയതാണ്, എല്ലാം പഴയതാ, എല്ലാം ജാതീയ ലോകത്തിൽ വീണുപോയവൻ കൊണ്ടുവന്ന സാധനങ്ങൾ ഇതെല്ലാം. ഓക്കെ, ഇന്നത്തെ വർഷിപ്പ് പോലും സത്യത്തിൽ അത് ദൈവത്തിന് ഞാൻ പറയാ, ശരിക്കും ആരാധന ദൈവത്തിന് മഹത്വം കൊടുക്കണം, അല്ലേ? അതൊക്കെ അല്ലാത്ത ആരാധന. പക്ഷേ ഇന്ന് പലപ്പോഴും നമ്മൾ അവരുടെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി, പ്രസാദിപ്പിക്കാൻ വേണ്ടി എണ്ണകളും തേങ്ങയൊക്കെ കൊണ്ട് കൊടുക്കുന്ന വെടി വഴിപാട്, ചെറിയ വെടി, വലിയ വെടി എന്നൊക്കെ പറഞ്ഞ പോലെ പ്രസാദിപ്പിക്കും. നമ്മളിത് ചെറിയ വെടി വെച്ച് നോക്കുക. ഇവിടെ ദൈവത്തെ കൈയടിച്ചും ഹല്ലേലൂയൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ വയ്യാന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ നോക്കുക. സത്യത്തിൽ ഇതെല്ലാം അല്പം മയം കയറിയിട്ടുണ്ട്. എന്തൊക്കെയോ ആരാധനയെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിട്ടുപോകുന്നു. മരിച്ചു കഴിഞ്ഞാൽ 16 അടിയന്തരം, 40 അടിയന്തരമൊക്കെ കറക്റ്റായിട്ട് ഇന്ന് നമ്മൾ പാലിക്കുന്നുണ്ട്. മറന്നു പോകണ്ട. എല്ലാം സമ്പ്രദായം വിട്ടുപോയതാ, നാവിന് രുചി പോയതാ. പക്ഷേ ഇന്ന് നമ്മൾ അതിനകത്തുനിന്ന് പോയിട്ടില്ല. ഓക്കെ, വിട്ടുപോകുന്നു. കുഞ്ഞുങ്ങൾ മെച്ചുറാകുമ്പോൾ, പ്രായപൂർത്തിയാകുമ്പോഴൊക്കെ ഇന്നും അതിൻ്റെ ഉത്സവങ്ങളും അതിൻ്റെ ആചാരങ്ങളൊക്കെ അറിയാതെയാണെങ്കിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, വിട്ടുപോകുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവസാനിപ്പിച്ചത് ലോകവും ഈ ലോകവും വരുവാനുള്ള ലോകവും, അല്ലേ? 2 ലോകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചായിരുന്നു. ഞാനിത് ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോയ ക്ലാസ് അബ്രഹാമിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്കിന്ന് മുന്നോട്ട് പോകാം. ഗ്രഹിച്ചോ? അബ്രഹാം എന്ന് പറഞ്ഞ വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന, നമ്മുടെയൊക്കെ പിതാവ്, വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിനെ കുറിച്ച് അദ്ദേഹം എങ്ങനെയാണ് നിത്യത പ്രാപിച്ചത്, അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചതൊക്കെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സകല കഥാപാത്രങ്ങളും നോഹയെക്കുറിച്ച് കുട്ടികൾക്കല്ല പഠിക്കണം, നമ്മളാ പഠിക്കേണ്ടത്. ആദ്യം സൺഡേ സ്കൂളിൽ കുട്ടികൾക്കല്ല ആദ്യം നോഹയെക്കുറിച്ച്, പെട്ടകത്തെക്കുറിച്ചൊക്കെ പഠിക്കേണ്ടത്. പെട്ടകം എന്താണ്, നോഹ, നമ്മളാദ്യം പഠിക്കേണ്ടത്. അതെല്ലാം നമുക്ക്
ദൃഷ്ടാന്തമായി സംഭവിച്ചിരിക്കുക. നമുക്കത് പഠിച്ച് അതിൻ്റെ ആത്മീയ സത്യങ്ങൾ എന്താ പറയുക പറിച്ചെടുക്കാൻ വേണ്ടി ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഓടിച്ചു വിടുകയാണ് ദൈവം. നമുക്കറിയാം അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് കൽദയ ദേശം വിട്ട്, അല്ലെങ്കിൽ ഇറാഖ് വിട്ട്, പണ്ട് ഇറാഖ് വിട്ട് ഹാരാനിൽ വന്ന് പാർക്കുന്ന അബ്രഹാമിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ. സത്യത്തിൽ ഈ അപ്പോസ്തലപ്രവൃത്തി പഠിക്കുമ്പോഴാണ് അതിനൊക്കെ മുമ്പേ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നുണ്ട്. മെസപ്പൊത്തോമയിൽ വെച്ച് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നുണ്ട്. നമ്മൾ കണ്ടതിനൊക്കെ ഒരുപാട് മുമ്പ് തന്നെ എന്താ പറയുക അല്ലേ, ഒരുപാട് എന്താ പറയുക തേരഹ് വായിച്ച രണ്ടാം അധ്യായം. മെസപ്പൊത്തോമയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായ ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാം അവിടെ നിന്ന് കൽദയരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്ന് പാർത്തു. അപ്പൻ മരിച്ചുപോയി. ഇപ്പോൾ പാർക്കുന്ന ദേശത്തിൽ കൊണ്ടുവന്ന് അവനെ പാർപ്പിച്ചു. 5-ാം വാക്യം പറയുന്നു, അവന് അതിൽ ഒരു കാലടി നിലം പോലും അവകാശമായി ദൈവം കൊടുത്തില്ല അബ്രഹാമിന്. എന്നൊക്കെ താഴേക്ക് പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം യോശുവയുടെ പുസ്തകം 24-ാം 2-ാം വാക്യം പറയുന്നു, തേരഹ് എന്ന് പറയുന്ന ആ വ്യക്തി, അബ്രഹാമിൻ്റെയൊക്കെ പിതാവായിരിക്കുന്ന ആ വ്യക്തി അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു. അത് നദിക്കക്കരെ വെച്ച്, വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം, നദിക്കക്കരെ അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നിരുന്നവരും അബ്രഹാമിന് ദൈവം നദിക്കക്കരെ നിന്ന് കൊണ്ടുവന്നു കാലിൽ പാർപ്പിച്ചു. ഈ വാക്കുകളൊക്കെ ഒരു വെളിപ്പാടാകേണ്ട വാക്കാണ്. നമുക്ക് അക്കരയും ഇക്കരയും ഉണ്ട്. ഈ ഗതരദേശ വിശ്വാസിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എങ്ങനെയാ, യോർദാൻ ഇക്കര മതി, ഞങ്ങൾക്ക് അക്കരെ വേണ്ട. വാക്ക് മറന്നുപോയിന്നവനൊക്കെ എന്തുകൊണ്ട് അവസാനം പന്നിക്കൂട്ടി പോയി അല്ലേ, പന്നികളെ മേയ്ക്കേണ്ടി വന്ന ഗതികേട് വന്നുപോയി അവർക്ക്. ഈ വാക്കുകളൊക്കെ അബ്രഹാമിനും അത് തന്നെയാ. തേരഹ് നദിക്ക് അക്കരെ അല്ലേ, അവിടെ അന്യദൈവങ്ങളെ സേവിച്ചു പോകുന്നു. അതുകൊണ്ട് അബ്രഹാമിന് ദൈവം നദിക്ക് ഇക്കരെ കൊണ്ടുവന്നിട്ടാണ് പണി പഠിപ്പിച്ചെന്ന് പറഞ്ഞ് മറന്നു പോകരുത്. എന്നിട്ട് അബ്രഹാമിനെ നദിക്കരെ കൊണ്ടുവന്നു, കാനാദേശമൊക്കെയും സഞ്ചരിപ്പിച്ചു, എല്ലാം ചെയ്തു, കാണിച്ച കൊടുത്തു. എന്നിട്ട് ഒരു കാലടി പോലും നിലം പോലും അവന് സ്വന്തമായി കൊടുത്തിട്ടില്ല. അബ്രഹാമിന് ആദ്യ വിളി ഉണ്ടായത് മെസപ്പൊത്തോമിയയിലാണെന്ന് നമുക്കറിയാം. ഊരിൽ വെച്ചൊക്കെ നമ്മൾ പറയുന്നുള്ളത് വിട്ടുപോകുന്നു. നമുക്കറിയാം അപ്പോസ്തലപ്രവൃത്തി പഠിക്കുമ്പോൾ 127-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് തൻ്റെ ഭാര്യ നഷ്ടമാകുന്നു. നമുക്കറിയാം അബ്രഹാമിന് തൻ്റെ ഭാര്യ നഷ്ടമാകുന്നു. അദ്ദേഹത്തിന് ഒരു തരം മണ്ണ് പോലും ഇല്ലാത്തത് കൊണ്ടാണ് ഹിത്യർ ജാതീയ മക്കളോട് അവകാശം മേടിച്ചിട്ട് തൻ്റെ ഭാര്യയുടെ ബോഡി അവിടെ അടക്കി. പണം കണ്ടാൽ എനിക്ക് മനസ്സിലാവും അല്ലേ, തൻ്റെ ഭാര്യയുടെ ബോഡി. അപ്പോൾ അതിനർത്ഥം എന്താണെന്നറിയാമോ, ഒരു ഏക്കറും ഇല്ല, ഒരു റബ്ബർ എസ്റ്റേറ്റും ഇല്ല, ഒരു തെങ്ങും തോപ്പം ഒന്നുമില്ല അബ്രഹാമിന്, ഒരു നിലം പോലും. അതെവിടെ നിന്ന് വാങ്ങിയത്? ഹിത്യരോട്, ജാതികളിൽ നിന്ന് വാങ്ങിയതാ. ഇന്ന് നമുക്കുള്ളത് ജാതികളിൽ നിന്ന് മേടിച്ച മുഴുവനും അതൊക്കെ നമുക്ക് ഇത് പറഞ്ഞ നമ്മളെ അടക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അതൊക്കെ ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ വിട്ടുപോകുന്നു, വാങ്ങി അതിൽ ഒരു ശ്മശാന ഭൂമി അവകാശമാക്കിയെടുത്തു. അത്രയുള്ള അതിനപ്പുറത്തേക്ക് അബ്രഹാം ഈ ലോകത്തിൽ ഒന്നും നേടിയില്ല. തനിക്ക് വാഗ്ദത്തം കൊടുത്ത ദേശമാണ്. ഒരു ചെറിയ ആ കാണുന്ന ഒരു ശവമടക്കാനുള്ള സ്ഥലം മാത്രമേ മേടിച്ചുള്ളൂ. അപ്പോസ്തലപ്രവൃത്തി പഠിക്കുന്നത് 7:5 പറയുന്നു, ഒരു കാലടി നിലം പോലും അവകാശം കൊടുത്തില്ല എന്ന് പറയുന്നു. കാരണം മറ്റൊന്നുമല്ല, അബ്രഹാം മെസപ്പൊത്തോമയിൽ വെച്ച് ദൈവം അബ്രഹാമിനെ വിളിച്ച് ഹാരാനിൽ വന്ന് പാർത്തു. അവിടെ ദൈവം വിളിക്കുമ്പോഴൊക്കെ നമുക്കറിയാൻ പറ്റും. പക്ഷേ വഴിയാത്രയിൽ അബ്രഹാം ആദ്യം നമുക്കറിയാം എല്ലാം വിട്ട് വരാൻ പറഞ്ഞിട്ട് അബ്രഹാം എല്ലാം വിട്ടില്ല. തൻ്റെ അല്ലേ ഇളയച്ചൻ്റെ മോനെയും കൊണ്ടുപോകുന്നു, വസ്തുവകൾ ആടുമാടുകളെ കൊണ്ടുപോകുന്നു, നമുക്കറിയാം. പക്ഷേ ദൈവം അതൊക്കെ വഴിയാത്രയിൽ ക്ഷാമമഴിച്ചു. അബ്രഹാമിനൊക്കെ നഷ്ടമാക്കി കളഞ്ഞു. ദൈവം എല്ലാം കളഞ്ഞു. ദൈവത്തിൽ മാത്രം ആശ്രയം വെക്കാൻ ദൈവം പഠിപ്പിച്ചു. ഒരു കാര്യം മറന്നു പോകരുത്, വഴിയാത്രയിൽ എന്താ പറയുക, ദൈവത്തിൻ്റെ വർക്ക്ഷോപ്പിലിട്ട് ദൈവം അബ്രഹാമിനെ പണിതപ്പോൾ അബ്രഹാമിൻ്റെ ചിന്തകൾക്ക് മാറ്റം വരാൻ തുടങ്ങി. ഞാൻ അതിനെക്കുറിച്ച് ആഴമായിട്ട് എപ്പോഴെങ്കിലും അബ്രഹാമിനെ കുറിച്ച് എടുക്കുമ്പോൾ ഞാൻ പിന്നീട് എടുത്തോളാം അതിനെക്കുറിച്ച്. അവൻ ആദ്യം കനാൽ ദേശം കണ്ടു തന്നെയാണ് ഇറങ്ങിയത്. പക്ഷേ അതുകൊണ്ട് വഴിയാത്രയിൽ എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കളൊക്കെ 40 വർഷം പരദേശവാസം അല്ലേ, ഇസ്രായേൽ അടിമകളായതൊക്കെ പിന്നീട് എടുക്കാം അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അബ്രഹാം കണ്ടിറങ്ങി. പക്ഷെ വഴിയാത്രയിൽ ദൈവത്തോടടുത്ത് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു സത്യം മനസ്സിലായി, ഇതല്ല വാഗ്ദത്ത ദേശം, അങ്ങ് ഉയരെയാണെന്ന് മനസ്സിലായി. ഹല്ലേലൂയ. ചിലർക്ക് നഷ്ടമാകേണ്ടി വന്നു. സ്വന്തം ഭാര്യയെ മറ്റവൻ്റെ കിടപ്പറയിലേക്ക് വിട്ടെടുക്കേണ്ട ഗതികേട് അബ്രഹാം കാണിച്ചു. അത്രയ്ക്കും നീചമായ പ്രവൃത്തികൾ ചെയ്തു. അദ്ദേഹത്തെ തലമുറകളും അത് ചെയ്ത് കാണിച്ചു. അവിടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തോടുകൂടെ നടന്ന് പഠിക്കുകയായിരുന്നു. വഴിയാത്രയിൽ മനസ്സിലായപ്പോഴാണ് ദൈവം ശില്പിയായി, നമുക്കറിയാം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായ നഗരത്തിനായി അബ്രഹാം കാത്തിരുന്നു. ഈ ലോകമല്ല, ആദ്യം ഇറങ്ങുമ്പോൾ ഇത് കണ്ടല്ല ഇറങ്ങിയത്, പക്ഷേ ഇത് കണ്ടുമിറങ്ങാം നമുക്ക് വേണമെങ്കിൽ.
ഞാൻ പറഞ്ഞത് അപ്പോസ്തലന്മാരുടെ 1-ാം നൂറ്റാണ്ട് കാലത്തെ മിനിസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് താമസമൊന്നും വേണ്ട, 6 മാസം കൊണ്ടൊക്കെ ഒരുവൻ നിശ്ചിത പ്രത്യാശയിൽ ജീവിക്കുകയാണ്. ഇന്ന് വർഷം 20-30 കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യാശ ഉണ്ടാകത്തില്ല, അത് വേറെ കാര്യം. ഞാൻ 50 കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ അന്നൊക്കെ പൗലോസും അപ്പോസ്തലന്മാരൊക്കെ അവരുടെ മെസ്സേജൊക്കെ കൃത്യ മെസ്സേജാണ്, ഒരു മായവും ഇല്ല, ഒരു എന്താ പറയുക, എന്താ പറയുക മായവും കൃത്യ മെസ്സേജ് കൊടുക്കുക. നീ വന്നാൽ നിനക്ക് നല്ല, അത്രയേ ഉള്ളൂ, അപ്പുറത്തേക്കൊന്നുമില്ല. ഒരു വളഞ്ഞ വഴി അവർക്ക് ഇന്നത് കൊടുത്ത് സോപ്പിട്ട് അല്ലേ, മറ്റേ പിയോസൊക്കെ ഇട്ട് കുളിപ്പിച്ച പരിപാടി അവിടെയൊന്നുമില്ല. നമ്മളിങ്ങനെ കണ്ടുപിടിച്ച പരിപാടിയാണ്, ആൾക്കാരെ ചേർക്കാനുള്ള പരിപാടി, ഇങ്ങനെ കുളിപ്പിക്കുന്ന പരിപാടി അല്ലേ. ഇതൊന്നും ഇല്ലെന്നേ. ഈ കുറേ കുളിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ. വർഷങ്ങൾ കഴിഞ്ഞാലും അവൻ്റെ കുളി മാറത്തില്ല. ഉള്ള കാര്യം പറയുക, നല്ല പ്രത്യാശമാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് വേണോ ദൈവരാജ്യത്തിൽ കടന്നു വരാം, ദൈവം നിന്നെ രക്ഷിച്ച സ്വർഗത്തിൽ കൊണ്ടുപോകും. ഈ ആയുസ് ഇവിടെ അസ്തമിക്കും. ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യൻ എന്തിനു വേണ്ടി ജനിച്ചു, ഇവിടെ എന്തിനു വേണ്ടി ജീവിക്കുന്നു, മരിച്ചാൽ അവൻ എവിടെ പോകും? ആ ചോദ്യമൊക്കെ കൃത്യമായി മനുഷ്യൻ ജനങ്ങളുടെ അകത്തേക്ക് വീട് നോക്കട്ടെ, അവൻ സഭയിലേക്ക് കയറി വരും. ഈ വളഞ്ഞ പരിപാടി അത് ചെയ്ത് മേടിച്ചു കൊടുത്ത് സോപ്പിട്ട് അല്ലേ, അവസാനം നമ്മളെ തെച്ചിട്ട് പോയി കളയും. ഉള്ള കാര്യം കൃത്യം മെസ്സേജ് ദൈവം കർത്താവിന് മെസ്സേജ് കേട്ടിട്ടുണ്ടോ? അല്ല അല്ലേ, അല്ല തെളിഞ്ഞ മെസ്സേജാണ് കർത്താവിന്. ദൈവരാജ്യത്തിന് ആ കുറുക്കനോട് പോയി പറയാനാണ് പറയുന്നത്. നിവർന്നൊന്ന് പറയാനുള്ള ചങ്കൂറ്റം വേണം നമുക്ക്. ഹല്ലേലൂയ. എന്ന് നോക്കട്ടെ, വിട്ടുപോകുന്നു. അപ്പോൾ എബ്രായ 11-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, അവരോ അധികം നല്ലതിനെ. അപ്പോൾ ഈ ലോകത്തിലുള്ളതൊന്നും അധികം നല്ലതല്ല, നല്ലതാണ്. മോശയുടെ ഭാഷയിൽ പറഞ്ഞാൽ താൽക്കാലിക ഭോഗം, ജഡഭോഗമാകട്ടെ കൺമോഹമായി താൽക്കാലിക സുഖമുണ്ട്. പാപം ചെയ്യുമ്പോൾ ചെറിയ സുഖമുണ്ട്, പക്ഷേ നമുക്കറിയാം, പക്ഷെ താൽക്കാലികം മാത്രമാണ്. പക്ഷെ അവരോ അധികം നശിക്കാത്ത നിത്യമായത്, അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ പറയാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് ദൈവം നമ്മുടെ ദൈവം, എൻ്റെ മക്കളെന്ന് അവൻ പറയാൻ സാക്ഷ്യം പ്രാപിക്കണം. നമ്മൾ പറയും കർത്താവ് ഞങ്ങളുടെ ദൈവം എന്നൊക്കെ പറയും, നമുക്ക് പറയും. പക്ഷേ ദൈവം എന്നെക്കുറിച്ച് എന്ത് പറയുന്നുണ്ട്? എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ പുതിയ നിയമത്തിൽ 2 പ്രാവശ്യമാണ് ഒരേ വാക്ക്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. 2 പ്രാവശ്യമാണ് ആ വാക്ക് ആവർത്തിച്ചു വരുന്നത്. അത് നരകത്തോടുള്ള ബന്ധത്തിലാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ എന്ത് ചെയ്താലും ദൈവം നമ്മെ അറിയണം. ഉണ്ടാലും ഉറങ്ങിയാലും എന്ത് ചെയ്താലും അത് ദൈവ നീതിക്കൊത്തവണ്ണമായിരിക്കണം എന്ന് പങ്കിട്ട് വിട്ടുപോകുന്നു. അതുകൊണ്ട് അധികം നല്ലതിനെ അവർ കാംക്ഷിച്ചിരുന്നു. അബ്രഹാമൊക്കെ ആ പുതിയ യെരൂശലേം എന്ന് പറയുന്ന നിത്യമായ മനോഹരമായ അടിസ്ഥാനങ്ങളുള്ള ആ 12 കല്ലുകളൊക്കെ അടിസ്ഥാനങ്ങളുള്ള ആ മനോഹരമായ ആ പട്ടണത്തിന് വേണ്ടി കാത്തിരുന്നു. എന്തുകൊണ്ട് ഇപ്പോൾ ആ പട്ടണമില്ലെന്ന് പറഞ്ഞാൽ, ഇവിടെ മുതൽ ഡൽഹി വരെയുള്ള 1200 മുഴം മൈൽ നീളമുള്ള വീതിയുള്ള ഉയരമുള്ള സ്ക്വയർ ട്യൂബ ഇന്ന് കാണുന്ന ഫ്ലാറ്റുകളൊക്കെ അതാ. ഇന്ന് ലോകത്ത് ഇഷ്ടംപോലെ ഫ്ലാറ്റുകളൊക്കെ ഇല്ലേ? ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് പറയും, ഓ ഇത് സ്കൈലൈൻ്റെ ഫ്ലാറ്റാ, ഇത് മറ്റൊരു കോൺഫിഡൻ്റ് ഫ്ലാറ്റാ. അതൊക്കെ ദൈവം അതുകൊണ്ട് നമ്മുടെ കാഴ്ചയിൽ എല്ലാം ദൈവം നൽകിയിട്ട് അതിന് ഒറിജിനൽ സ്ഥാനം സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. ആ ഫ്ലാറ്റിൽ കോടിക്കണക്കിന് നമ്മുടെ കണക്കെടുത്ത് പഠിക്കാൻ പറ്റും. കണക്കെടുത്ത് പഠിക്കാൻ നമുക്ക് 1,40,000 പേര് സ്വർഗീയ സിയോണിലുണ്ട്. കൃത്യമായ കണക്കുകൾ നമുക്ക് ഇതിനകത്തുണ്ട്. ഇതൊന്നും വലിയ എന്താ പറയുക, ബാലികല മലയൊന്നുമല്ല. ദൈവത്തോട് ചേർന്ന് ജീവിച്ചാൽ എന്താ കണക്കെന്നൊക്കെ അറിയാൻ കഴിയും. ഈ കാണുന്ന ഈ പുതിയ യെരൂശലേമിൽ ഫ്ലാറ്റ് സിസ്റ്റമാണ്. രക്ഷിക്കപ്പെട്ട് വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുങ്ങുന്ന ഫ്ലാറ്റ് സിസ്റ്റങ്ങൾ അതെല്ലാം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് വരാത്തതെന്നാണെന്ന് അറിയാമോ? ഇന്ന് കുന്നും മലകളാണ്. ഇത് ഇറങ്ങി നിന്നാൽ മലയുടെ മുകളിലാണെങ്കിൽ ചരിഞ്ഞു പോകുന്നത്, പിന്നെ നമ്മൾ ജാക്കി വെച്ച് പൊക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇന്നില്ലാത്തത്. ആ പുതിയ ഭൂമിയിൽ 1000 ആണ്ടല്ല, അതിനുശേഷം വരാൻ പോകുന്ന പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അത് ദൈവികമായ സ്പിരിച്വൽ എന്ന് പറയുക ആത്മീയ പുതിയ ഭൂമിയാണ്. എന്തുമാകട്ടെ, അതിനെക്കുറിച്ചൊക്കെ ദൈവരാജ്യത്തിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ആഴമായി നമ്മൾ പഠിക്കും. സന്തോഷം. അറിയണം നിങ്ങൾ, നമ്മുടെ കർത്താവ് യഹോവയായ ദൈവം സ്വന്തം മക്കളോടുകൂടി സ്വർഗത്തിൽ AC റൂമിലല്ല ഇരുന്നത്. അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഇസ്രായേൽ കൂടെ മരുഭൂമിയിൽ അവൻ കൂടാരങ്ങളിൽ പാർത്തു. ദൈവവും ആ ദൈവത്തെ നിങ്ങളുടെ പിതാവിനെ യഥാസമയം അറിയുക. ഞാൻ സമയമുള്ളതുപോലെ ദൈവം ആരാണ്, ദൈവം എന്നുള്ള വാക്ക് എന്താണ്, എന്താ പിതാവ് എന്നതൊക്കെ ഞാൻ പിന്നീട് എടുക്കും അതിനെക്കുറിച്ച് സമയമുള്ളതുപോലെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവ സാക്ഷാൽ തേജോമാനായ ദൈവം ആ മനുഷ്യരുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഏദൻ തോട്ടം മുതൽ വൈകുന്നേരം വന്ന് ചായ കുടിക്കാൻ ഇറങ്ങി വരും.
എൻ്റെ പൊന്നെ, ഞാൻ ഇത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആരും ഒന്ന് പറഞ്ഞ് വന്നേക്കരുത് പടയും പട്ടളമായിട്ട്. എന്തുമാകട്ടെ, സമാഗമന കൂടാരത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു, കൂടാരങ്ങളിൽ പാർത്തു. പക്ഷേ കൂടാരങ്ങളിൽ പുറമേ മാത്രമേ ഉള്ളൂ. തകിശുതോൾ കൊണ്ടൊക്കെ, എന്താണ് തകിശുതോൾ ഇതൊക്കെ ഉണ്ട്, കാണാൻ ഒന്നിനും ഭംഗിയില്ലാത്ത, പക്ഷേ അതിനകത്തൊന്ന് കയറി നോക്കണം, സ്വർഗമാം പോലെയാണ് അതൊക്കെ. ഞാൻ സമാഗമന കൂടാരത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും പഠിക്കാൻ അനുവദിച്ചാൽ മനോഹരമായ വെളിപ്പാട്. ഓരോ കല്ല്, ഓരോ തൂണുകളും 5000 ടൺ എന്ന് പറഞ്ഞാൽ 5000 കിലോ സ്വർണ്ണം, 5 ടൺ വെള്ളിയിൽ മേലാണ് ആ പലകൾ നിൽക്കുന്നത്, 60 പലകൾ നിൽക്കുന്നത്. അത് വെള്ളി എന്ന് പറയുന്നത് നമ്മുടെ വീണ്ടെടുപ്പ് വിലയാണ്. നല്ല മനോഹരമാണ്. നമ്മെക്കുറിച്ചാണ് അത് മുഴുവൻ പറയുന്നത്. ഒന്നും മിണ്ടുന്നില്ല നിങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ദൈവം പുറമെ നോക്കിയാൽ മനുഷ്യനത് ഒന്നും കൊള്ളത്തില്ല. ക്ലാസ് രസമായ നമ്മുടെയൊക്കെ ആത്മാവ് തുള്ളിച്ചാടും. എന്തുമാകട്ടെ, ദൈവം മനുഷ്യരോട് കൂടി ജീവിച്ചു എന്ന കാര്യം മറന്നു പോകരുത്. അബ്രഹാമിന് മനസ്സിലായി വഴിയാത്രയിൽ ഈ ലോകമല്ല, മനോഹരമായ മറ്റൊരു ലോകമുണ്ട്. അതുകൊണ്ട് അബ്രഹാമും മാറി മാറി കൂടാരങ്ങളിൽ പാർത്തു. അവൻ്റെ ജീവിതം കഴിച്ചിട്ട് അവൻ സ്വന്തം നാട്ടിലേക്ക് കടന്നുപോയ കാര്യം മറന്നു പോകരുത്. പതിനൊന്നാം അധ്യായം 8 മുതൽ 10 വരെ പഠിക്കുമ്പോൾ, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനുള്ള ദേശത്തേക്ക് യാത്രയാകാൻ വിളിക്കപ്പെട്ടാറേ അനുസരിച്ച് എവിടേക്ക് പോകുന്നതെന്ന് അറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്തെ ഒരു അന്യദേശത്ത് എന്ന പോലെ അല്ലേ, ഈ ലോകത്തിൽ വന്നിട്ട് വീട് കെട്ടി പത്രാസ് കാണിച്ചാലേ മതിലും കെട്ടി എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം, എൻ്റെ ബിസിനസ് എന്ന് പറയാതെ, എൻ്റെ സഭയെന്ന് പറയാതെ അല്ലേ, അവൻ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ടെൻറ്റുകളിൽ പാർത്തു. ദൈവം ടെൻറ്റിൽ താമസിച്ചതാ. സമാഗമന കൂടാരം എന്ന് പറഞ്ഞാൽ ടെൻറ്റിൽ, വെറും ടെൻറ്റിൽ പാർത്തു ദൈവം പോലും. അത് വെളിപ്പെട്ടവന് മനസ്സിലാകും. അത് ആ വെളിപ്പാട് നിങ്ങളുടെ ഹൃദയത്തിൽ കയറട്ടെ. അവനും അബ്രഹാമും ടെൻറ്റുകളിൽ, കൂടാരങ്ങളിൽ പാർത്തു. അവരുടെ ആയുസ് മുഴുവനും തീർത്തു. അവനും ഇസഹാക്കും 13 വയസ്സുള്ള യാക്കോബ് ഉൾപ്പെടെ ആ കൂടാരങ്ങളിൽ പാർത്ത് അവർ സ്വന്തം നാട്ടിലേക്ക് കടന്നുപോയ കാര്യം മറന്നു പോകരുത്. നമുക്കറിയാം, അബ്രഹാം ലോത്തിനെ കുറിച്ച് പറയുമ്പോൾ ലോത്ത് അങ്ങനെയല്ല. ലോത്ത് പട്ടണങ്ങളിലാണ് പാർക്കുന്നത്, പട്ടണ വാതിക്കലിരിക്കുന്നു. അപ്പോൾ ആരാ പുള്ളിക്കാരൻ? അവിടുത്തെ കൗൺസിലറോ, അവിടുത്തെ വലിയ വലിയ പുള്ളികൾ, അദ്ദേഹമൊക്കെ അല്ലേ? അങ്ങനെയല്ലേ? ഞാൻ വിട്ടുപോകുക, നമ്മളൊക്കെ ആവശ്യം അത്ര വലിയ എല്ലാവർക്കും അറിയാത്ത കാര്യമാണ്. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു. പക്ഷേ ലോത്ത് ദർശനമില്ലാത്തവൻ, വിളിയില്ലാത്തവൻ. ഒരു വിളിയുള്ളവനൂടെ നടന്നപ്പോൾ അവൻ പോയി രക്ഷപ്പെട്ടു അല്ലേ? വിളിയുള്ളവൻ്റെ കൂടെ നടന്നപ്പോൾ എന്താ പറയുക, ഒരു പത്രോസ് വാക്ക് പറയുന്നില്ലേ? എന്ത് പത്രോസ് ഒരു വാക്ക് ലോത്തിനെ കുറിച്ച് പറയുന്നില്ലേ? വലഞ്ഞു പോയ നീതിമാനായ ലോത്ത്. എന്തുവാകട്ടെ, അവിടെ കരകയറി കിട്ടി എവിടെയെങ്കിലും, ആ പുതിയ ഭൂമിയിൽ എവിടെയെങ്കിലും അല്ലേ, ലോക്കലിൽ എവിടെയെങ്കിലും കാണുമായിരിക്കും എന്തെങ്കിലും ആകട്ടെ. ഞാൻ പറയാം, അത് വെളിപ്പാടുള്ളവൻ. അവൻ്റെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചു. അവൻ കൂടാരങ്ങളിൽ പാർത്തു. അവന് മറ്റേതല്ല, പട്ടണങ്ങളിലൊക്കെ അവൻ പാർത്തു. അവന് പെരുമയൊക്കെ ഉണ്ടായിരുന്നു. എബ്രായ 18:10 പറയുമ്പോൾ, സാറാ അമ്മച്ചി നല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി ഇതാ. സ്വന്തം ഭർത്താവിന് അല്ലേ, ഈ ചില വീട്ടിലെ പുരുഷന്മാർക്ക് വലിയ ഉത്തരവാദിത്വമില്ല. മക്കളെ കെട്ടിക്കണം, മക്കളെ പഠിപ്പിക്കണം, വീട് വെക്കണം, ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ഭാര്യമാർക്കെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് ഭാര്യ പറയും, മനുഷ്യ ഒന്ന് എടുക്ക മനുഷ്യ, അത് ചെയ്യും മനുഷ്യ എന്നൊക്കെ പറയും. പക്ഷേ ഈ സാറാമ്മച്ചെന്നറിയാമോ, അവരും ആ കൂടാരവാതിക്കൽ മറഞ്ഞിരിക്കുകയായിരുന്നു. ദൈവാക്കിയ ഉൽപ്പത്തി 18:10 പറയുന്നു, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറക്കൊരു മകനുണ്ടാകും. അവൻ പറഞ്ഞു, സാറ കൂടാരവാതിക്കൽ അവൻ്റെ പിൻവശത്ത് കേട്ടുകൊണ്ടിരുന്നു. ഒരു പിറുപിറുപ്പുമില്ല. എൻ്റെ ഭർത്താവിന് ദർശനമുള്ളവനാ. ആ കൂടാരങ്ങളിൽ പാർത്തുവെങ്കിൽ എനിക്കും ഒരു വീട് വേണ്ടെന്നേ. തപ്പി നോക്കേണ്ടി വരും ഇന്നത്തെ അല്ലേ, ഇന്നൊക്കെ അങ്ങനത്തെ ആൾക്കാരെ തപ്പി നോക്കേണ്ടി വരും നമ്മൾ. അതാണ് നല്ല ദർശനമുള്ള ഭർത്താവിന്. അതുകൊണ്ട് യജമാനനെ ഇംഗ്ലീഷിൽ ലോർഡ് എന്നാണ് വിളിക്കുന്നത്. ദൈവത്തെ വിളിച്ച പേരാ സാറ അബ്രഹാമിനെ വിളിക്കുന്നത്. മനസ്സിലായില്ല നിങ്ങൾക്ക്? ദൈവത്തെ ലോർഡ് എന്ന് നമ്മൾ, ദൈവമേ കർത്താവ് എന്ന് വിളിക്കുന്ന വാക്കാ സാറ അബ്രഹാമിനെ വിളിക്കുന്നത്. എത്ര മാത്രം അറിയാമോ? ഞാൻ അന്ന് 2-3 ആൾക്കാരെ കണ്ടിട്ടുണ്ട് നമ്മുടെ തമിഴ്നാട്ടിലേക്ക്, നല്ല കറ തീർന്ന ആൾക്കാർ. ഇവിടെ എവിടെ പോയി മനുഷ്യ, വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എടുക്കും. ഫാമിലി സഭ നല്ലോണം എടുക്കും, പേടിക്കേണ്ട. കുറച്ച് കല്ലക്കേട്ട് പോലെ എന്നെ എറിഞ്ഞ് കൊല്ലാനായിട്ട് ഞാൻ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല ഉൽപ്പത്തി പുസ്തകം മുതലെടുക്കും. എന്താണ് മനുഷ്യൻ എങ്ങനെയുണ്ട് സംഭവിച്ചു പോയി, എന്താണ് സ്ത്രീയും പുരുഷനും ആലക്കിയ, എന്തുകൊണ്ടാണ് തലയിൽ തുണിയിടാൻ പറയുന്നത്, ഇതൊക്കെ കൃത്യമായി എടുക്കും. ഒരു കോംപ്രമൈസും ഉണ്ടാകത്തില്ല.
അപ്പം അതുകൊണ്ട് നമ്മൾ പഠിച്ചു, അബ്രഹാമൊക്കെ ഈ കൂടാരങ്ങളിൽ ലോകത്ത് ടെൻറ്റുകളിൽ താമസിച്ചു. നമുക്ക് ഇത് അന്യ പരദേശികളുമായെന്ന് പറഞ്ഞ് കർത്താവ് നമ്മെ വിളിച്ചു. പക്ഷെ നമ്മളൊക്കെ ഇന്ന് പട്ടണങ്ങളിലൊക്കെ നമ്മൾ പാർക്കുന്നത് വിട്ടുപോകുന്നു. ഇത്ര എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഗ്രഹിച്ചോ? അപ്പം അതുകൊണ്ട് ലോകത്തെ വെറുത്തുകൊണ്ട് അബ്രഹാം ജീവിച്ചതുപോലെ ദർശനം വേണം. നമുക്ക് ലഭിക്കാൻ പോകുന്ന ദർശനമുണ്ട്. ആ വലിയ മനോഹരമായ, ഒന്ന് സ്വപ്നം കാണുന്നേ, പുതിയ യെരൂശലേം എന്നൊക്കെ പറയുന്ന മനോഹരമായ പട്ടണം, ഹല്ലേലൂയ, അതിനപ്പുറവുമുണ്ട് നമുക്ക്. വെളിപ്പാട് 14 അധ്യായം പഠിക്കുമ്പോൾ 1,44,000 പേര്, ഇസ്രായേൽ മക്കളെ കുറിച്ചല്ല, അത് 7 അധ്യായത്തില, 1,44,000 പേരെ കുറിച്ച് കറക്റ്റ് എണ്ണം, കൃത്യം എണ്ണം ഇട്ട് ദൈവം എഴുതി വെച്ചിരിക്കുക. അവർ എവിടെ നിന്ന് വന്നെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സങ്കീർത്തനം 82 സംഘത്തിൽ പറയുന്നുണ്ട്. കൂശ്യർ, പൂത്യർ, എലാമിയർ, അറബികൾ എന്നൊക്കെ പറഞ്ഞ് ജാതികളിൽ നിന്ന് എഴുതി വെച്ചിരിക്കുക. ഈ ജാതിയെ ലോകത്തു നിന്ന് നമ്മെ തിരഞ്ഞെടുത്തിട്ട് സിയോണിലേക്ക് വെച്ച് വെച്ചിരിക്കുക. അവരേക്ക് സിയോണിലേക്ക്, യെരൂശലേമിനേക്കാൾ അപ്പുറമായി ദൈവം പിതാവ് വസിക്കുന്ന സ്വർഗീയ സിയോൺ. നമുക്ക് ദൈവത്തിൻ്റെ സ്വർഗത്തിലെ വാസസ്ഥലങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് പഠിക്കാൻ കഴിയും. പ്രത്യാശയ്ക്ക് വളരട്ടെ. ഇതൊക്കെ ചപ്പും ചവറുമായി എണ്ണം തുടങ്ങും. ആ പുതിയ ഈ സിയോണെ കുറിച്ച് നമുക്കൊരു ക്ലാസ് ഉണ്ട്, 40 മണിക്കൂർ വരുന്ന ക്ലാസ്സാണ്. നമ്മുടെ സൗന്ദര്യത്തിലെ പൂർണ്ണതയായ, ഈ ഫെയറാലവൻ്റെ രേഖത്തേക്കണ കാര്യമല്ല ഞാൻ പറയുന്നത്, സൗന്ദര്യത്തിലെ പൂർണ്ണതയായ സ്വർഗീയ ആ സിയോണിനെ കുറിച്ച് പഠിപ്പിക്കണമെന്ന സംഘത്തക്കാർ, അത് നിങ്ങൾ പഠിപ്പിക്കണമെന്ന സംഘത്തക്കാർ എഴുതി വെച്ചിരിക്കുന്നത്. അതൊന്ന് കേൾക്കാൻ പോലും നമുക്ക് ലോകത്തിലകത്ത് ക്ലാസ് പോലും ലോകത്ത് പോലും ഉണ്ടാകത്തില്ല. എന്തുമാകട്ടെ, ഈ അബ്രഹാം ആ നിത്യത കണ്ടു ഓടാൻ തുടങ്ങി. അവർക്ക് പുതിയ യെരൂശലേം വരെയുള്ളൂ. അവരെ പഴയ ഭക്തന്മാരുടെ എല്ലാം പ്രത്യാശ എല്ലാം ആ പുതിയ യെരൂശലേം വരെയുള്ളൂ, ആ മനോഹരമായ പട്ടണം വരെയുള്ളൂ. നമുക്കതല്ല, പിതാവിന്റെ സന്നിധി അല്പം കൂടി മുകളിലേക്ക്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി 11 അധ്യായം എബ്രായർ 11 ലാസ്റ്റ് വാക്യം പറയുന്നു, അവൻ നമുക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായി ഒരുക്കി വെച്ചിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, സ്വർഗീയ സിയോൺ. പലരും പറയുന്നത് യേശുവാണെന്നൊക്കെ പറയും. അല്ല. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ വചനം അറിയാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. പഴയ നിമക്തന്മാരെല്ലാം ദാസന്മാർ എന്ന് പറയുമ്പോൾ, പുതിയ നിമക്തന്മാരെ കുറിച്ച്, നമ്മളെ കുറിച്ച് പറയുമ്പോൾ, ദാസന്മാരല്ല, നമ്മൾ അവൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. പന്തിക്കിരിക്കുന്നവരല്ല, നമ്മൾ മണവാളുടെ കൂടെ മണവാട്ടിയിരിക്കുന്നവരാണ്. നമ്മൾ മണവാളുടെ സ്നേഹിതനല്ല, മണവാളുടെ കൂടെ ഇരിക്കുന്ന മണവാട്ടിയാണ് നമ്മൾ. എല്ലാം വ്യത്യാസമാണ്. വാസസ്ഥലങ്ങൾക്ക് വ്യത്യാസമുണ്ട്. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് പഠിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ലോത്തിനെ കുറിച്ച് പറയുമ്പോൾ, ലോത്ത് കിഴക്കോട്ട് യാത്ര പോയി. അത് തന്നെ ഇവിടെ എഴുതിയല്ലേ. ലോത്ത് എങ്ങടെ പോയത്? ദൈവസാന്നിധ്യം വിട്ട് പോകുന്നതിൻ്റെ പേരാ കിഴക്കോട്ട്. അതുകൊണ്ട് എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞു, കിഴക്ക് നിന്ന് ഒരു നദി ഒഴുകി. ദൈവത്തെ വീണ്ടും ചേർക്കാൻ വേണ്ടിയാ ഞാൻ വിട്ടുപോകുന്നു. അപ്പോൾ അതുകൊണ്ട് ലോത്ത് ദൈവത്തെ വിട്ട്, കാരണം ലോത്തിന് പ്രത്യാശയില്ല, വേറെ ഒന്നുമില്ല. അബ്രഹാമിൻ്റെ കൂടെ നടന്നപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായി. അതുകൊണ്ട് പുള്ളി നീതിമാൻ വളഞ്ഞു പോയ ഒരു ആളെ പോലെ കയറിപ്പറ്റി 210 മാർക്ക് മേടിച്ച് ജസ്റ്റ് കയറിപ്പറ്റി. 10ാം ക്ലാസ് പരീക്ഷ കയറി ജയിച്ചു. അത്രയേ ഉള്ളൂ പുള്ളിയൊക്കെ. എന്നിട്ട് പറയുക, അബ്രഹാം കലദേശത്ത് പാർത്തു, ലോത്ത് പ്രദേശങ്ങളിൽ പട്ടണങ്ങളിൽ പാർത്തു, സ്വതം വരെ കൂടാരം നീക്കി അടിച്ചു. അവിടെ പറഞ്ഞിരിക്കുന്നത് കൂടാരമല്ല, അത് ഈ പറഞ്ഞ പട്ടണങ്ങളിൽ പാർക്കുന്നവർ കൂടാരങ്ങളിലല്ല, പട്ടണങ്ങളിൽ പാർക്കുന്ന മുഴുവനും എന്താണെന്നറിയാമോ? അവർ വലിയ മനോഹരമായ മാളികളിൽ അവർ. അപ്പോൾ ലോത്തെല്ലാം അബ്രഹാം പട്ടണങ്ങളിൽ പാർത്തു. അവൻ നിത്യമായ ആ നഗരത്തെക്കുറിച്ച് കാത്തിരുന്നു കൊണ്ട് അവൻ കയറിപ്പോയി. ലോത്ത് പട്ടണങ്ങളിൽ പാർത്തു. 3 ദൂതന്മാർ വരുമ്പോൾ എവിടെയാണ് പുള്ളിക്കാരൻ ഇരിക്കുന്നത്? ടൗണിലിരിക്കുക അദ്ദേഹമൊക്കെ. നമുക്കറിയാം, മമ്മയുടെ തോപ്പിൽ അറിയാം. അബ്രഹാമിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വിട്ടുപോകുന്നത് സമയം പോകും. അബ്രഹാമിന് അവർ ഈ പറഞ്ഞ പോലെ കൂടാരങ്ങൾ മാത്രമാണ്, ഒരു ഡൈനിങ് ടേബിളോ ഒരു ഫ്രിഡ്ജോ വേണ്ടതല്ല പറഞ്ഞത്. നിങ്ങൾ നല്ലത് തന്നെ മേടിക്കണം. 65 ഇഞ്ചിൻ്റെ TV മേടിച്ചാലും കുഴപ്പമില്ല എനിക്ക്. ഞാൻ എന്തുവാക്കട്ടെ, എന്തൊക്കെയാണെങ്കിലും മനസ്സവിടെ ഇരിക്കരുത്. അതും ഓൺ ചെയ്തുകൊണ്ട് അമ്മയാണ് സത്യം. വേറെ എന്തൊക്കെ ഉണ്ടല്ലോ അല്ലേ? കറുത്തമുത്ത് ആരിപ്പോൾ ഒന്ന് ചെയ്യേ. കറുത്തമുത്തും പിന്നെന്താ? പാവങ്ങൾ, കുടുംബ വിളക്കതൊക്കെ പറഞ്ഞ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയല്ല. അത് കർത്താവ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തോ, എനിക്കാരും ഒരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മുടെ മനസ്സവിടെ ഉറച്ചു പോകരുത്. എന്തുമാകട്ടെ, നല്ലത് കാണാൻ ഉപയോഗിക്കുക എന്ന് ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ. അബ്രഹാമിനെ പോലത്തെ ആൾക്കാരൊക്കെ അവർ എബ്രായ 12-ാം അധ്യായം 36-ാം വാക്യം പറയുന്നു, വേറെ ചിലർ, ശ്രേഷ്ഠമായ ആൾക്കാർ, വേറെ ചിലർ. തൊട്ടുമോളിൽ അബ്രഹാമിനെ പോലത്തെ വില്ലാളി വീരന്മാർ, വിശ്വാസ വീരന്മാർ, ദാവീദിനെ പോലെയൊക്കെയുള്ള രാജാക്കന്മാർ. എന്നാൽ
തൊട്ട് മോളിൽ പറഞ്ഞിരിക്കുന്നത് രാജാക്കന്മാരെ അല്ല, എന്താ പറയുക, അടിപൊളി മിനിസ്ട്രി ചെയ്യുന്ന ആൾക്കാരൊക്കെ. പക്ഷേ താഴേക്ക് വന്ന് അവസാനിക്കാൻ വേണ്ടല്ലോ, മിനിസ്ട്രിയും ഇല്ല, ആരുടെ ബഹുമതിയും ഇല്ല, വെറും എന്താ പറയുക, ആരുടെ മുമ്പിൽ ഒരു പേര് പോലും ഇല്ലാത്ത കുറേ ആൾക്കാർ, വേറെ ചിലർ. അബ്രഹാനെ കുറിച്ചൊക്കെ പറയുമ്പോൾ മറ്റൊരു നല്ല വലിയ വലിയ പുള്ളികളാരൊക്കെ, ദാവീദ് വലിയ രാജാവൊക്കെയാണ്. പക്ഷേ ഈ കൂട്ടരെ കുറിച്ച് പറയുമ്പോൾ അവർ അങ്ങനെയല്ല, വേറെ ചിലർ. പരിഹാസം, തടവ് ഇവയുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചവാള അറക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടം സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിറപ്പുകളിലും ഉഴഞ്ഞ് വലഞ്ഞു. ഇവർക്ക് ഭ്രാന്തുണ്ടോ? ഇപ്പോൾ പുതിയ ന്യൂ ജനറേഷൻകാർ പറയും, ഈ പൗലോസിലേക്ക് എന്തിലേക്കേടാ, ഒന്ന് ശാസിച്ചിരുന്നെങ്കിൽ പൗലോസിലേക്ക് പുതിയ കണ്ണ് കിട്ടിയല്ലേ കർത്താവ് കൊടുത്തത്. പൗലോസിനൊന്നും അറിയത്തില്ലിത്. പത്രോസ് മാലൊക്കെ ചുമ്മാ വെറുതെ അങ്ങോട്ട് കിടന്ന് നടന്നൊക്കെ അല്ലേ, യൂട്യൂബിൽ ഇഷ്ടംപോലെ കേട്ടോ, നല്ല രസമാണ് കേൾക്കാനൊക്കെ കേട്ട്, വഴിതെറ്റി പോകരുത് അല്ലേ. അപ്പോസ്തലന്മാർ അവർക്ക് കണ്ണ് പാടില്ലെങ്കിൽ അവർക്കത് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം നമുക്ക് അല്ലേ സകലം നന്മക്കായി കൂടി വ്യാപരിക്കുന്നു. അവൻ സമ്മനായവൻ ദരിദ്രനായി നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് ചോദിച്ചാൽ കിട്ടും നമുക്ക് എന്നൊക്കെ പറയുന്ന നമ്മളൊക്കെ രാജാവിൻ്റെ മക്കളാണ്. വേറെ രാജാവാ, അവർ രാജാവ് വേറെയാണ്. നമ്മുടെ കർത്താവ് ഇന്ന് രാജാവായിട്ടില്ല, അത് അറിയത്തില്ല അവർക്ക്. അവർ രാജാവ് വേറെ രാജാവാ, അത് ഈ ലോകത്തിലേക്ക് പ്രഭുവാ, വിട്ടേക്ക്. എന്തുമാകട്ടെ, ഇതുപോലത്തെ ആൾക്കാരാണ് ലോകത്തിലുള്ളത്. പക്ഷെ ഇവർക്ക് എന്താ, ബുദ്ധിയില്ലാത്തവരാണോ? ഇതൊക്കെ ബുദ്ധി കേടുള്ളവരാണോ? പറ നിങ്ങൾ. ഹല്ലേലൂയ. ഈ ചമ്മട്ടി കൊണ്ട് അടികേറ്റ് ഇടികേറ്റ് പരീക്ഷിക്കപ്പെട്ട് ജടയാടുകളെ കോലാടുകളെ തോൽ ധരിച്ചും ഉപദ്രവിക്കപ്പെട്ട് സഹിച്ചും മലകളിലും ശാസിച്ച് അവർക്ക് യേശു റൂമിൽ താമസിക്കാൻ പാടില്ലേ? എന്തുകൊണ്ടാണ് അവരത് മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴഞ്ഞു നിലക്കുകയാ? എന്തുകൊണ്ടാണ് അറിയാമോ? എന്താ, ലോകം, കോസ്മോസ് അല്ല വാക്ക് അവിടെ എഴുതിയിരിക്കുന്നത്, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. എത്ര വാക്കെന്നറിയാമോ? ലോകം അവർക്ക് എന്താ, അതാ ഞാൻ പറയുക, ഇത് ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്ന മാത്രമേ ഉള്ളൂ, നിങ്ങൾ കേൾക്കുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് വെളിപ്പാടാകണം. കേട്ടുപോകുന്നു, എനിക്കറിയാം നിങ്ങൾ കേട്ടുപോകുന്നത്, പക്ഷേ എത്ര പേരകത്ത് വെളിപ്പാടാകുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഈ വെളിപ്പാടായാലുണ്ടല്ലോ പിന്നെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഈ മാംസം നമുക്ക് പറിച്ചു കളയാൻ കഴിയത്തില്ല. അതുപോലെ ആ വചനം എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോകും. ഹല്ലേലൂയ. അതുപോലെ ആകണം നമ്മൾ. വെറുതെ കേട്ട് ജ്ഞാനം പ്രാപിച്ചു പോവുകയില്ല, അത് പരീക്ഷയ്ക്കും പരിശോധനയൊക്കെ ഉണ്ട് അതിന് പിന്നിൽ. എന്തുമാകട്ടെ, ഞാൻ വിട്ടുപോകുകയാണ്. അപ്പം അതുകൊണ്ട് ഇതുപോലെ കഷ്ടം അനുഭവിച്ചവരുണ്ട്. അവരാരും ബോധക്കേടുള്ളത് കൊണ്ടല്ല. ഞാനും ഇതുപോലെ എന്നെ പലരും പറയും, എൻ്റെ അച്ഛനും അമ്മയൊക്കെ എനിക്ക് പറഞ്ഞു, നീ അത്യാവശ്യം പഠിച്ചുള്ളവരല്ലേടാ, എറണാകുളത്തെ എല്ലാ ഷോപ്പിനെയും നീ പരാമർശിച്ചതല്ലേ, നീ ഒന്ന് മിണ്ടിയാ മതി, എറണാകുളത്തെ മുഴുവൻ നിനക്ക് കിട്ടില്ലേ? പറഞ്ഞിങ്ങള് ആ ദർശനം ആ വീടിലായിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകത്തിലെ പേരും പെരുമയും കൊച്ചൗസപ്പിൻ്റെ പ്ലാനൊക്കെ വരച്ച് ഞാൻ ഇവിടുത്തെ വലിയ പുള്ളിയായേനെ. പക്ഷേ ആ ചെറുപ്രായത്തിൽ തന്നെ രക്ഷിക്കപ്പെട്ട് ന്യൂ ലൈഫൊക്കെ വിട്ട് കഴിഞ്ഞപ്പോൾ ദൈവസ്വനിൽ മുട്ടുപടക്കിരിക്കേണ്ട സമയം, ഒരു സമയം, കുറച്ച് ചെറിയ സമയം എനിക്കുണ്ടായിരുന്നു. അന്ന് കണ്ണീരോടെ ജീവിതം കഴിച്ചു നിർത്തിയപ്പോൾ എൻ്റെ തെളിഞ്ഞു വീണ ആ വെളിപ്പാടുകൾ അതെല്ലാം. ഹല്ലേലൂയ. അതകത്ത് കേറിയില്ലെങ്കിൽ ലോകത്തിനെ പുറകെ ഞാൻ പോയേനെ, ഇവിടുത്തെ ലോക പ്രശസ്തി മാനത്തിന് പുറകെ പോയേനെ. ഹല്ലേലൂയ. ഇതുപോലെ അതകത്ത് കയറിയാൽ ഈ നിന്നയും പരിഹാസമൊന്നുമല്ല. അവരൊക്കെ വലിയ വലിയ എൻ്റെ ഫ്രണ്ട്സ് പഠിച്ചവരൊക്കെ വലിയ വലിയ നടക്കുന്നുണ്ട്, പക്ഷേ അത് നമ്മളെ ബാധിക്കുന്നില്ല. നടന്നോട്ടെ, പക്ഷെ അതിനേക്കാൾ വലുത് ആ സമാധാനം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട്. അത് തട്ടിപ്പറിക്കുവാൻ ആരെ കൊണ്ട് കഴിയത്തില്ല. അത് സ്വർഗത്തോളം വലിപ്പമുള്ളതാ, അത് ദൈവത്തോളം വലിപ്പമുള്ളതാ. അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ ഒന്നിനും കഴിയത്തില്ല. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ ജീവിതമായി മാറണം. ഞാൻ ഈ പറയുന്നത് എൻ്റെ ജീവിതമാണ്, എൻ്റെ ജീവിതം തെളിയിക്കപ്പെട്ട ജീവിതമാണ്. പ്രസംഗിച്ചു പോവുകയില്ല, അങ്ങനെ ജീവിച്ച് തെളിയിച്ചതാ. ഹല്ലേലൂയ. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അതാ ആ യോഗ്യമാകാനും പറ്റും, യോഗ്യമല്ല ആകാനും പറ്റും. ഞാൻ വിട്ടുപോകുന്ന സമയക്കുറവുള്ളത് കൊണ്ട് ഓക്കെ മനസ്സിലാക്കില്ലേ? നമുക്ക് അതുപോലെ അബ്രഹാമിനെ പോലെയൊക്കെ നമ്മൾ ഇതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. നോഹ, ഹാനോക്ക്, ഇതൊക്കെ എന്താണ് ഓരോ വ്യക്തിയെ കുറിച്ച്. ഞാൻ നോഹയുടെ കാലഘട്ടത്തെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കാൻ ആഗ്രഹിച്ചതാ, പക്ഷേ സമയം കിട്ടുന്നില്ല നമുക്ക്. നല്ലതാ, കുറച്ച് 5-6 ആഴ്ചകൾ എടുക്കേണ്ടി വരും. നോഹയുടെ കാലഘട്ടം നമ്മൾ കേൾക്കുന്ന പോലെ അല്ലേ, വിവാഹത്തിന് കൊടുത്തും അല്ലേ, അത് നല്ല കാര്യം, അതുകൊണ്ട്. പക്ഷെ ഞാൻ എടുക്കാൻ പോകുന്നതല്ല, ഓരോ ആൾക്കാരുടെ പേരുകൾ അർത്ഥങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ നോഹയുടെ കാലഘട്ടം പഠിക്കണം. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ മർമ്മം മനസ്സിലാകത്തുള്ളൂ.
ഏനോസ് പേരിന് അർത്ഥമുണ്ട്. നോഹ, മെഥൂശലം, എല്ലാത്തിനും അർത്ഥമെടുത്ത് പഠിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ദൈവം അത് വിട്ടത് ഒരു ചരിത്രം മുഴുവൻ നമ്മൾ എഴുതി കാണിക്കുക. ഇതൊക്കെ അകത്തേക്ക് കയറിയുണ്ടല്ലോ, നമ്മുടെ ജീവൻ, നമ്മുടെ ആത്മാവ് തുടിക്കും ഈ കർത്താവിന് വേണ്ടി. ഇത് നോക്കട്ടെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന, നമ്മളെല്ലാവരും ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. നമുക്ക് പണം കണ്ടെന്നൊക്കെ അറിയാലേ, ഒരു ലോകം എന്ന് പറയുന്നത് വിശാലമായ ഒരു സമുദ്രം പോലെയാണ് ഈ ലോകം എന്ന് പറയുന്നത്. നമ്മളൊക്കെ അവിടെ ജീവിക്കുന്ന ആൾക്കാരാണ്, അങ്ങനെയല്ലേ? നമ്മൾ ഇന്ന് ജഡത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ലോകം, നമ്മുടെ ലോകത്തെ കുറിച്ച് പറയാം, ഈ സമുദ്രമാകുന്ന വലിയ സമുദ്രമാകുന്ന ലോകത്തിൽ നമ്മളുണ്ട്. പക്ഷെ ഒരു വഞ്ചി, ഒരു വഞ്ചി അവൻ ആ സമുദ്രത്തിലൂടെ എത്ര എന്താ പറയുക യാത്ര ചെയ്താലും അതൊരിക്കലും ചെറുതായിരിക്കും. വലിയ സമുദ്രത്തിനകത്ത് ഒരു മണിത്തരയുടെ അത്ര മാത്രമുള്ള ഒരു ചെറിയ വഞ്ചി അവൻ എത്ര ഒഴിച്ചാലും അത് മുങ്ങിപ്പോകത്തില്ല. പോകുമോ? പക്ഷെ അതിനകത്ത് ആ പുറത്ത് കിടക്കുന്ന, ആ സമുദ്രത്തിൽ കിടക്കുന്ന വെള്ളം പൊങ്ങി വന്നിട്ട് ഈ വള്ളത്തിനുള്ളിൽ, വഞ്ചിയുടെ ഉള്ളിൽ കയറിയാൽ അത് മുങ്ങും. ഞാൻ പറഞ്ഞു വിടുകയാണ്. സമുദ്രം എന്ന് പറയുന്നത് ലോകത്തെ കുറിച്ച് എടുക്കാം, വെളിപ്പാട് പുസ്തകം അതിനെ പഠിപ്പിക്കുന്നുണ്ട്. ആ വലിയ സമുദ്രത്തിൽ ഒരു ചെറിയ മണിത്തരയുടെ മാത്രമുള്ള ഈ ചെറിയ വഞ്ചി ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക. നമ്മളത് ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്നവരാ, ചെറിയ ആൾക്കാരെ ചെറിയ വഞ്ചി പോലെയാ. പക്ഷേ ആ വെള്ളം വഞ്ചിക്കകത്ത് കയറിയാൽ അത് മുങ്ങും. അതുപോലെ നമ്മൾ ലോകത്ത് ജീവിക്കുന്നവരാ. ലോകം നമ്മുടെ ഹൃദയത്തിനകത്ത് കയറിയാൽ ഇന്നല്ലെങ്കിൽ നാളെ ദേവാസ് ലോകത്തെ വിട്ട് സ്നേഹിച്ച് നമ്മളെ വിട്ടുപോയതുപോലെ നമ്മൾ പോകേണ്ടി വരും. പറഞ്ഞു വിടുക. ലോകമകത്ത്, വെള്ളമകത്ത് കയറിയാൽ എത്ര വലിയ ഷിപ്പമാകട്ടെ, എത്ര വലിയ വഞ്ചിമാകട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ, അത് മുങ്ങിപ്പോകുമെന്ന കാര്യം പറഞ്ഞു പോകരുത്. അല്ലെങ്കിൽ നമ്മൾ ലോകത്തിലാണെങ്കിലും അകത്തൊട്ടും ലോകമില്ലാതെ, അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ നദിക്കപ്പുറേ അപ്പുറത്ത് വിഗ്രഹങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന തേരഹിന്റെ മകനാ. പക്ഷേ അബ്രഹാമിന്റെ അകത്ത് ജനപ്പെട്ട് പറയാത്ത കാര്യമുണ്ട്. ദൈവം ഈ ഭൂമിക്കകത്ത് നോക്കിയപ്പോൾ എല്ലാ മനുഷ്യരും വിഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് അല്പം ഇത് സംസാരിക്കും. എല്ലാവരും വിഗ്രഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവരകത്തുള്ള വിഗ്രഹമാണ്. ദൈവം സ്വർഗ്ഗത്തിൽ നോക്കിയപ്പോൾ ഒരു വ്യക്തിയുടെ മാത്രം അവൻ കൈകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കുന്നത്, പക്ഷേ അവന്റെ അകത്ത് വിഗ്രഹമില്ല. ആ ദൈവം പൊക്കിയെടുത്തു, അവന്റെ പേര് അബ്രഹാം. ഇതുമാകട്ടെ, അതുപോലെയാണ് ഈ വഞ്ചിക്കകത്ത് അല്പം പോലും ലോകമുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മൾ ഉപയോഗിക്കാൻ കഴിയത്തില്ല. നമ്മൾ പിന്നെ എന്തെങ്കിലും ഈ കാരണം നമ്മളെ അഭ്യാസം കാണിച്ച് മിനിസ്ട്രിയിൽ ഫയർ ടച്ച് അഭ്യാസം കാണിക്കാൻ പറ്റും. ദൈവസ്ഥാനത്ത് ഒഴുകത്തില്ല, ജീവൻ ഒഴുകത്തില്ല, ദൈവത്തെ നിൽക്കത്തില്ല, രൂപാന്തരപ്പെടുത്തില്ല, അനുതാപം ഉണ്ടാകത്തില്ല. നമുക്ക് വചനം കേൾക്കുമ്പോൾ അതാണ് ആവശ്യം. അനുതാപം, മാനസാന്തരം, ഇതാണ് നമുക്ക് ആവശ്യം. എന്തുമാകട്ടെ, ഞാൻ പറഞ്ഞു വിട്ടു പോകുന്നു. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ അകത്ത് ലോകം കയറാൻ അനുവദിച്ചാൽ, ലോകം എന്ന് പറഞ്ഞാൽ പഴയ ഇഷ്ടമല്ലേ, ഓണം വരാൻ പോവുക, വിഷു വരാൻ പോവുക, വിഷു കഴിഞ്ഞിട്ട് ഓണം അല്ലെ ക്രിസ്മസ് വരാൻ പോവുക. അപ്പൊ അതിന്റെ ആചാരങ്ങളുടെ പുറകെ പോയാൽ അതൊക്കെ എന്താ പറയാ, ലോകത്തിന്റെ എന്തെങ്കിലും നമ്മുടെ അകത്ത് മോഹനകത്തുണ്ടെങ്കിൽ ഓർത്താ മതി, അവന് നമ്മുടെ കൂടെ ഉണ്ടാകാം. പിന്നെ പോപ്പിഷായ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പോകേണ്ടി വരും. അവനെ വേണ്ടിട്ട് പോകാൻ അവന്റെ പ്രിയപ്പെട്ടതൊക്കെ നമ്മുടെ അകത്ത് കിടക്കുക. ഈ ചക്കപ്പഴം ചക്ക അകത്തിരുന്ന ചീഞ്ഞിരുന്ന പീച്ചനാട്ടി പോകുക. അതുപോലെയാ നമ്മൾ ഈ ആട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ എവിടെ പോകാനാ? ആദ്യം ലോകത്തുള്ളതൊക്കെ പറിച്ച് കളയുക. ആദ്യം വേദനിക്കും, പ്രശ്നമുണ്ടാക്കും നമ്മൾ. കാരണം ഇതൊക്കെ ജീവിതത്തിലെ ഭാഗങ്ങളാ. എന്തുമാകട്ടെ, വിട്ടുപോകുന്നു. ആദ്യ പാഠങ്ങളെ കുറിച്ച് നമുക്ക് എടുക്കാൻ സമയമില്ല, ഞാൻ അല്പമായി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ജനിച്ചവരൊക്കെ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് സത്യവചനം നമ്മൾ പഠിക്കുന്നത് വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി. വിശ്വാസം പിന്നീട് പഠിക്കുന്നതിനെ കുറിച്ച്. ഈ ലോകത്തിലൊക്കെ നമ്മുടെ പേരും പ്രശസ്തിയും ധനമൊക്കെ ഈ ലോകത്തിലേക്ക് ഉണ്ട്. അതിന്റെ പുറകെ ഓടി ഓടി ഇന്ന് ജനങ്ങളെല്ലാം ഇതിനെ പിടിക്കാൻ നോക്കുക, ഒന്ന് വെച്ചാൽ അതിനെ കുത്തിപ്പിടിക്കാൻ പോകുക. പക്ഷെ അവസരം ഓർക്കണം, എല്ലാം വന്നാലും ഈ ശവപ്പറമ്പിൽ അവിടെ വരുമ്പോൾ ഒരുത്തം കയറി പിടിക്കും, പറയും നീ സമ്പാദിച്ചത് അവിടെ ഇട്ടച്ച് വന്നാ മതി, കൈ വീശി വന്നാ മതി എന്ന് പറയുന്ന ഒരു ദിവസം വരും. നമുക്ക് പറയാൻ സമയമില്ല. ഈ പറഞ്ഞതുപോലെ നല്ല ആയുസ്, നല്ല സമയം, കർത്താവിനൊക്കെ അറിയുന്നത് നല്ല പ്രായത്തിലായിരിക്കാം. പക്ഷേ പിന്നീട് നമ്മൾ കർത്താവിനെ കൊണ്ട് ലോകം നടന്നു നോക്കും. എനിക്ക് നല്ലോണം അറിയാം, എത്ര ആൾക്കാർ എനിക്കറിയാമോ, രക്ഷിക്കപ്പെട്ട ശേഷം കർത്താവിനോട് ഒരുപാട് കൊടുത്ത ആൾക്കാരൊക്കെ എനിക്കറിയാം. പക്ഷേ അവസാനം കർത്താവിനെ കൊണ്ട്, ഈ മാമനെ കൊണ്ട് ലോകം നടന്നു നോക്കി, അവസരമൊക്കെ നഷ്ടപ്പെട്ടു പോയ ചരിത്രങ്ങളും ഇഷ്ടം പോലെ ചരിത്രം നമുക്കറിയാം. ഈ കർത്താവ് അതുകൊണ്ട് അവർ നീ ആദ്യം രാജ്യവും നീതി അന്വേഷിപ്പിൻ. ഈ അവസാനം നമ്മൾ ആ വാടിത്തളം നിങ്ങൾ നോക്കിക്കോ. വെളുപ്പാങ്കാലത്തെ പള്ളിയിൽ പോകുന്നവരും അമ്പലത്തിൽ ക്ഷേത്രങ്ങളിൽ പോകുന്നവരെ നോക്കിയിട്ടുണ്ടോ? 60 കഴിഞ്ഞ് 70 കഴിഞ്ഞതൊക്കെ ഉണ്ടാവുള്ളൂ, ഇല്ലേ?
ഇപ്പോഴും നമ്മുടെ പെന്തക്കോസ്ത് സഭയിൽ പോയി ഇപ്പൊ ആ റേഞ്ച് ആയി തുടങ്ങി. പക്ഷെ നമ്മുടെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. ഈ യൗവനകാലത്തിൽ ഇതിന്റെ സൃഷ്ടാവിനെ അന്വേഷിപ്പിൻ, ഇതിനൊക്കെ മോചനം കിട്ടും നമുക്ക്. അതുകൊണ്ട് അവസാനം ഒരു ദിവസം വരെ നമുക്ക് മരണം വന്ന് വിളിക്കുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല സഹോദരങ്ങളെ. ഇവൻ പറയും അതൊക്കെ ഇട്ടച്ച് വന്നാൽ മതി എന്നൊക്കെ പറയും. ഇതുപോലെ എല്ലാ ശവപ്പറമ്പിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെയും LLB സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒക്കെ ശവപ്പറമ്പിൽ ഇടേണ്ടി വരും. നോക്കിയാൽ മതി ശവപ്പറമ്പ്, ഈ ശവപ്പറമ്പിൽ നോക്കിയൊന്നും കാണത്തില്ല അല്ലേ? നോക്കിയാൽ മതി. എന്ത് കിടക്കുന്ന ആൾക്കാരുടെ പേര് നോക്കിയാൽ ഡോക്ടർ ഇങ്ങനെ ആളല്ലേ, ഇങ്ങനെ പേര് അവിടെ കിടക്കുന്നുണ്ട്. മനസ്സിലാവുന്നല്ലേ പറഞ്ഞത്? ഒന്നും കൊണ്ട് വേണ്ടെന്നല്ല പറയുന്നത്, വേണം പുറകെ കിടക്കണം. അതല്ല ഒരിക്കലും അത് വെച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ വീഴാനിടയുണ്ട് നമ്മളേക്ക്. അതുകൊണ്ട് പറഞ്ഞു വിടുക. ഈ ഭൂമിയിൽ വെച്ച് എഫെസ്യർ 5:16 ഒരു വാക്യമുണ്ട്, ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിന് ഉപയോഗിച്ചുകൊള്ളുവിൻ. ഇംഗ്ലീഷിൽ redeeming the time because the days are evil. ഈ നമ്മുടെ സമയം അടുത്തിരിക്കുകയാൽ സമയം ദുഷ്കാലമാണ്. ഈ ലോകം ദുഷ്കാലം എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ ഭരിക്കുന്ന കാലം അല്ലേ? ദുഷ്കാലം എന്ന് പറഞ്ഞാൽ പിശാച് ഭരിക്കുന്ന കാലം. ദുഷ്കാലമായ സമയം തക്കത്തിന് ഉപയോഗിക്കുക. ഇംഗ്ലീഷിൽ സമയത്തെ തിരിച്ചു പിടിക്കണം. എന്നാൽ ഇനി നമുക്ക് അല്പസമയമേ ഉള്ളൂ. ഇനി നമ്മളിപ്പോൾ ജീവിക്കുന്നത് സമയത്തിനുള്ളിലാണ്. ഈ യുഗത്തിൽ നമ്മൾ ജീവിക്കുന്നത് ആണോ? ടൈമിനെ കുറിച്ച് ക്ലാസ് വീണ്ടും കേട്ടാൽ മതി. നല്ല ക്ലാസ് നമ്മുടെ സമയത്തെ കുറിച്ചൊക്കെ. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് സമയത്തിനകത്താണ്. ഈ രണ്ട് ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് മാമോനുണ്ട്, രണ്ട് കറൻസി നമുക്ക് ഈ സമയത്തിനകത്ത് നിന്നുകൊണ്ട്, ഇപ്പോൾ ഈ സമയത്തിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് രണ്ട് കറൻസി നേടാം. ഒന്ന് ഈ കാണുന്ന കറൻസിയില്ലേ, ഇപ്പൊ വിലയില്ല, 2000 നിർത്തിക്കളതുകൊണ്ട് വിലയില്ല. പണ്ടൊക്കെ വരച്ച പടമുള്ള അല്ലേ 2000. ആ കറൻസി ഇന്ത്യൻ കറൻസി അല്ലെങ്കിൽ വേൾഡ് ഈ ലോകത്തിലെ നല്ല കറൻസി നമുക്ക് നേടാം. രണ്ട്, ആ സമയം കൊണ്ട് നമുക്ക് ദൈവവചനം എന്ന് പറയുന്ന കറൻസി നമുക്ക് നേടാം. ഏതാണ് നമ്മൾ ഓർത്തു നോക്കണം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നരുത്. ഈ സമയം നമുക്ക് ലഭിക്കുന്ന 24 മണിക്കൂർ. അത് അംബാനിക്കും അല്ലേ ഒരാൾക്കാരെ വിലക്കുണ്ടല്ലോ, ബിർളക്കും ടാറ്റയ്ക്കൊക്കെ ഒരേ സമയം തന്നെയാ. ഇവിടെ ദരിദ്രന് ഒരേ സമയം തന്നെയാ, നമുക്ക് ഒരേ സമയം തന്നെയാ. പക്ഷേ ബുദ്ധിമാൻ എന്ത് ചെയ്യുന്നു? നമ്മൾ ഏത് കറൻസിക്ക് വേണ്ടി ഓടുന്നത്? മാമോന് ദൈവം കീഴ്കെട്ടായി പറഞ്ഞു അവൻ മാമോനാണെന്ന്. ആവശ്യമാണ്, നമ്മൾ സമ്പാദിക്കുന്നുണ്ട്, അത് നേരെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ദൈവരാജ്യത്തിൽ കയറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് പൊക്കി പറയുമൊന്നുമല്ല, നിങ്ങൾക്ക് പ്രചോദനമാകാൻ വേണ്ടി ഒരു മാസം ഞങ്ങൾക്ക് 1 ലക്ഷം വേണം. ഞങ്ങൾ ആ പൈസയെ കൺവേർട്ട് ചെയ്യുക. എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നു? ദൈവരാജ്യത്തിലേക്ക്. സുവിശേഷം പറയുമ്പോൾ, വചനം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, മറ്റൊരു പാവങ്ങളെ സഹായിക്കുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ലോകത്തിലെ പണത്തെ അബ്രഹാമിന്റെ വിശ്വാസം എടുത്ത് നീതിയായി കണക്കുന്നത് പോലെ നമ്മൾ ഇന്നത്തെ പ്രവൃത്തി, ഞാൻ ഈ പറയുന്നതൊക്കെ വെളിപ്പാട് 19-ാം അധ്യായമാണ്. നമ്മൾ ചെയ്ത നീതി പ്രവൃത്തികളാ നമ്മുടെ കല്യാണ ഡ്രസ്സിന്റെ തൊങ്ങലുകളിൽ കൂട്ടാൻ പോകുന്നത്. നമ്മുടെയൊക്കെ വിചാരം ഇവിടുത്തെ ഈ പെണ്ണുങ്ങൾ കല്യാണത്തിന് ചുരിദാറല്ലല്ലോ, ആ ഗൗണൊക്കെ ഇട്ടിരിക്കുന്ന പരിപാടിയല്ലേ നമുക്കറിയുള്ളൂ. കർത്താവിന്റെ കുഞ്ഞാണ്ട് കല്യാണത്തിന് ഗൗണൊന്നും അല്ല സഹോദരങ്ങളെ, അത് വേറെ സാധനമാണ്. അത് എപ്പോഴെങ്കിലും അടുത്തുള്ളതിനെ കുറിച്ചൊക്കെ ഒരുങ്ങേണ്ടത് നമുക്ക്. ഒരുങ്ങണമെങ്കിൽ അവരുടെ നീതി പ്രവൃത്തികൾ അത്രയാണ് പറഞ്ഞിരിക്കുന്നത്. 19-ാം അധ്യായത്തിൽ പഠിച്ചാൽ മതി വെളിപ്പാട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഉണ്ടാക്കുക, നമുക്ക് നശിച്ചു പോകുന്ന മാമോനെ കൊണ്ട്, നമ്മളെ വിഴുങ്ങാൻ ശക്തിയുള്ള മാമോനെ കൊണ്ട് നമ്മളതിനെ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ അതുകൊണ്ടാ നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ. ഏതിനെ കൊണ്ടാ? അനീതിയുള്ള മാമനെ കൊണ്ട്. ഞാൻ ഈ പറയുന്നത് വളരെ ശ്രദ്ധയോടെ വെളിപ്പാട് കേട്ടത് ജീവിതത്തിൽ മാറ്റം വരും. ഒരുപാട് ജീവിതത്തിൽ മാറ്റം വരും. അതുകൊണ്ട് രണ്ട് കറൻസി നമുക്ക് നേടാം. ബുദ്ധിമാൻ ഏത് കറൻസിയാണെന്ന് നിങ്ങൾ ആലോചിച്ച് പറഞ്ഞ് നിങ്ങൾ ചെയ്താൽ മതി. ഒന്നിലേക്ക് ഈ കറൻസി ഉണ്ട്, രണ്ട് ആ കറൻസി ഉണ്ട്. ആ കറൻസി നിത്യമായതാണ്. ഇത് അവസാനം വന്ന് വിടും. അതുവരെ നമുക്കൊക്കെ ഉണ്ട്. പക്ഷേ അതിനുശേഷം അതിനൊന്നും നമ്മളെ ഒരുവന്റെ ജീവന്റെ ആധാരമായിരിക്കുന്ന സമ്പത്തിൽ നിന്ന് വെച്ചില്ലേ? ഓക്കെ. അതുകൊണ്ട് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ കഴിയില്ല എന്നൊക്കെ കർത്താവ് പറഞ്ഞു. അനീതി മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായി നിങ്ങളെ ആര് പരിപാലിപ്പിക്കും? ദൈവം തന്നെ വെച്ചിരിക്കുകയാണ് മാമോനെ. അത് എന്തിനാണുള്ളത്? നമുക്ക് വേണ്ടി ടെസ്റ്റ് ആണത്. നമുക്കൊരു ടെസ്റ്റാ. അതെന്താണെന്നുള്ളത് സമയമുള്ള എടുത്തോളാം. എന്തുകൊണ്ടാ പിശാചിനെ നരകത്തിലേക്ക് വിടാതെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്? മാമോനെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് നമ്മൾ അതിനെ കൃത്യമായി അറിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതം വളരെ ശ്രദ്ധയോടെ ഓടി തീർക്കാൻ പറ്റും. ഞാൻ വിട്ടുപോകുന്നു. ഒരു കാര്യം കൂടി പറയാനുള്ള സമയം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ.
രാഷ്ട്രീയ മേഖലയാവട്ടെ, മതപരമായ മേഖലയാവട്ടെ, എല്ലാം ഈ ലോകത്തിലെ സിസ്റ്റങ്ങളാണ്. കാര്യം പറഞ്ഞ ഞാൻ മുമ്പേ അല്പമായിട്ട് പറഞ്ഞു പോയി. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യം പഠിക്കുമ്പോൾ നമുക്ക് മഹദിയാം ബാബിലോൺ വേശ്യകളുടെ മ്ലേച്ഛതകളുടെയും മാതാവെന്ന് പറയുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് മാത്രം ഒന്ന് പറഞ്ഞു പോകാം. അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ല വിചാരിച്ച് ഞാൻ എഴുതി വെച്ചതാണ്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യം. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു. ഒന്ന് വായിച്ചു. വായിച്ചു മതി. ഓക്കെ. വെളിപ്പാട് 17-ാം അധ്യായം 18-ാം അധ്യായം അവിടെ 2 ബാബിലോണിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. 17-ാം അധ്യായം പറയുന്ന ബാബിലോൺ എന്ന് പറയുന്നത് മഹദിയാം ബാബിലോൺ എന്ന് പറയുന്നത് അത് ഒരു മതത്തെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയാം. അതിനെക്കുറിച്ച് മറ്റൊന്നല്ല, അത് ഇറാഖിൽ വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രം വന്നുകൊണ്ടിരിക്കുക. ഇപ്പോ വലിയ ലോകം മുഴുവൻ ഭരിക്കുന്ന ഇറാഖിൽ വരുന്ന ബാബിലോൺ ബിസിനസിനെ കുറിച്ച് പറയുന്ന കേന്ദ്രത്തെ കുറിച്ച് 17-18 17-ാം അധ്യായം പറഞ്ഞിരിക്കുന്നത് ഒരു വൺ വേൾഡ് റിലീജിയൻ വരാൻ പോകുന്നു, ഏകലോക മതം വരാൻ പോകുന്നു. അതിനെ കുറിച്ചാണ്. ആണോ? ജസ്റ്റ് പറഞ്ഞു വിട്ടുപോകുക കേട്ടോ. ഭൂവാസികളെ മുഴുവൻ മത്തരാക്കിയവളായി പെരുവെള്ളത്തിൽ മീതെ ഇരിക്കുന്ന മഹാവേശ്യയെ ന്യായവിധി ഞാൻ മഹാവേശ്യ ന്യായവിധി കാണിച്ചു തരാം. പെരുവെള്ളം എന്ന് പറഞ്ഞാൽ 15-ാം വാക്യം പറയുന്നു അത് ജനങ്ങളെ കുറിച്ചാണ് പറയുന്നത്, ഈ ലോകത്തെ ജനങ്ങളെ കുറിച്ചാണ്. അപ്പൊ കാണാൻ കഴിയും അവളെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ. അതെങ്ങനെയാണ് ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി ഇതൊക്കെ ഗ്രഹിക്കണമെങ്കിൽ യോഹന്നാനെ ഗ്രഹിച്ചത് എന്നറിയാമോ? ആത്മാവിൽ മാത്രമേ ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. ഈ ഒരു കാര്യം മറന്നു പോകരുത്. വചനം പഠിക്കേണ്ടത് ആത്മാവിൽ തന്നെ നമ്മൾ ചിന്തിക്കുക. ആത്മാവിലേക്ക് നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ബന്ധുവാകട്ടെ കൊണ്ടുപോയി അവിടെ വെച്ച് 7 തലയും 10 കൊമ്പുള്ളതായി അതൊക്കെ വരാനിരിക്കുന്ന എതിർക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന കാര്യമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ കടഞ്ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. എന്താണ് കണ്ടു ചുമന്നത്? വേറെ കാര്യങ്ങൾ വിട്ടുപോകുന്നു. ആ സ്ത്രീ ധൂമ്ര വർണ്ണവും. ഇപ്പോ പണ്ട് ഒരിക്കൽ ഒരു ധനവാൻ ഇരിക്കുന്ന ധൂമ്ര വർണ്ണം ധരിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് വായിച്ചിട്ടില്ല നിങ്ങള്? അല്ലെ, ധൂമ്ര വസ്ത്രം ധരിച്ചൊക്കെ രക്താംബരം ധരിച്ച് രക്തമുള്ള ചുവന്ന കളറൊക്കെ കുറിച്ചാ അതൊക്കെ പല കാര്യങ്ങളുണ്ടെങ്കിൽ വിട്ടുപോകുക. പൊന്നും രക്തവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവസ്തുയുടെ മ്ലേച്ഛതയും അശുദ്ധി നിറഞ്ഞ സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുക. എന്നിട്ട് മനസ്സിലായിട്ടില്ല. ബൈബിളിൽ പോലും എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ മോളിൽ അവരുടെ ബൈബിളിലെ മോളിൽ എഴുതി വെച്ചിട്ട് പോലും അവർക്ക് മനസ്സിലാകുന്നില്ല. അവളുടെ നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുക. എന്തുകൊണ്ട് അത് വിട്ടുപോകുന്നു? വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നു. ഞാൻ കണ്ടു, അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു പോയി. ഇത് ആധുനിക ക്രിസ്തീയ സഭയുടെ ഒരു നിഴലാണെന്ന്. ഹല്ലേലൂയ. ഇന്ന് കാണുന്ന ക്രിസ്തീയ മതങ്ങൾ എന്ന് പറയുന്ന ആധുനിക ക്രിസ്തീയ സഭകളുടെ നിഴൽ വെച്ചിരിക്കുക. എന്തുമാകട്ടെ, ലോകം കടന്നു കയറിയിരിക്കുന്ന സഭകൾ, ക്രിസ്തീയ സഭകൾ എന്ന് പറയുന്നത് ഇന്ന് പെന്തക്കോസ്തോളം ഉൾപ്പെടെ ഞാൻ പറയുന്നത്, പെന്തക്കോസ്തോളം ജാതീയ നാമധേയ ക്രിസ്തീയ സഭകൾ അവിടെ നിൽക്കട്ടെ, അതിനെ കുറിച്ചാണ് പറയുന്നെങ്കിൽ പോലും പെന്തക്കോസ്ത് സഭകൾ പോലും ലോകമകത്ത് കിടക്കുകയാണ്. പണ്ട് പഠിച്ച ഓർമ്മയുള്ളതൊക്കെ അകത്ത് കിടക്കുകയാണ്. അതിന്റെ ഒരു പിക്ചർ പറയുന്നത് മർമ്മം മഹദിയാം ബാബിലോൺ, മ്ലേച്ഛതകളുടെയും വേശ്യമാരുടെയും. വേശ്യ എന്ന് പറഞ്ഞാൽ പറയാറുണ്ടല്ലോ, എന്റെ ഭർത്താവിനെ കൊണ്ട് കൊള്ളില്ല, ഞാൻ വേറൊരു ഭർത്താവിനെ പുറകെ പോകുന്നു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പോലെയാണത്. എന്നെ വിളിച്ച കർത്താവ് എന്റെ ആവശ്യങ്ങൾ നോക്കത്തില്ല, നോക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ലോകം നേടാൻ വേണ്ടി വേറൊരു കാമുകന്റെ പുറകെ പോയി. പഠിച്ച ഓർമ്മയുണ്ടോ? അതായി പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് വേശ്യയെ പോലെയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തുമാകട്ടെ, പറഞ്ഞു വിടുക. നമുക്കറിയാം കപട വിശ്വാസത്തിന്റെയും എല്ലാത്തിനും പട്ടണമായിരുന്നു ഈ പറഞ്ഞ ബാബിലോൺ. എല്ലാത്തിന്റെയും ആരംഭം എന്ന് പറയുന്നത് ബാബിലോൺ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്തിൽ നിന്നാണ്. ശീനാദേശത്ത് ആയിരിക്കുന്ന ബാബേലായിരിക്കുന്ന ശീനാദേശത്ത് വെച്ചിട്ടാണ് മനുഷ്യരെല്ലാവരും ഒരു കെട്ടിടം പണിതല്ലേ. എല്ലാത്തിന്റെയും മതത്തിന്റെ എല്ലാത്തിന്റെ ആരംഭം മ്ലേച്ഛതകളുടെയും വിഗ്രഹാരാധനകളുടെയും ആചാരത്തിന്റെയും എല്ലാ മന്ത്രവാദത്തിലേക്ക് ആരംഭം എന്ന് പറയുന്നത് ബാബേലിൽ നിന്നാണ്. ശീനാദേശം എന്ന് പറയുന്ന ബാബേലിൽ നിന്നാണ് ഇതിനൊക്കെ ആരംഭം എന്ന് പറഞ്ഞു പോകുന്നത്. എല്ലാത്തിന്റെയും
നമുക്കറിയാം, നിങ്ങൾക്ക് ക്രിസ്തീയ മതത്തിൽ വന്നവർക്കറിയാം, പോപ്പിന്റെ റോമാ സാമ്രാജ്യത്തിൽ പൊന്തിഫെക്സ് എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ ഉണ്ട്. അതിന് പൊന്തിഫ് എന്ന് പറയും, പാലം പണിയുന്ന എന്ന് പറഞ്ഞില്ലേ, പോപ്പിന്റെ ഒക്കെ അവിടെ നെറ്റിമേൽ ഒരു ഉണ്ട് പൊന്തിഫെക്സ്. ഞാൻ പറഞ്ഞ സാധനമല്ലോ. അപ്പോ ആ വാക്ക് ദൈവത്തിന് മനുഷ്യരുടെ ഇടയിൽ പാലം പണിയുന്ന അർത്ഥമാണ് വന്നിരിക്കുന്നത്. എന്തുവാകട്ടെ, ആ വാക്കൊക്കെ റോമാ സാമ്രാജ്യത്തിൽ വന്നത് ബാബിലോണിൽ നിന്ന് കടന്നു വന്നതാ. ഈ ബാബിലോൺ ഇത് വരാൻ കാരണം ഇവിടെ പറഞ്ഞില്ലേ, മർമ്മം ബഹ്ദിയ ബാബിലോൺ. വീണ്ടും ആവർത്തിക്കുന്നു, ഈ ലോകത്ത് ഒരു ഏകലോക ഗവൺമെന്റ് വരാൻ പോവുകയാണ്. വൺ വേൾഡ് ഗവൺമെന്റ്. അത് ആരുമല്ല 10 രാജ്യങ്ങൾ കൂടി ചേർന്ന ആരാ? എതിർ ക്രിസ്തുവിന്റെ വൺ വേൾഡ് ഗവൺമെന്റ്. അല്പം പണ്ട് ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ. ഇനി അതുകൂടാതെ കള്ളപ്രവാചകൻ വരുന്നുണ്ട്, അല്ലേ? വേറൊരു കള്ളപ്രവാചകൻ, അവൻ ഏകലോക മതം വരാൻ പോവുകയാണ്. ഒരുക്കം കഴിഞ്ഞു. ഏകലോക മതത്തിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും സംഭവിച്ചു കഴിഞ്ഞു. എന്താ പറയാ, അബുദാബിയിലെ ഷെയ്ഖും ഇവിടുത്തെ എല്ലാ മതനേതാക്കന്മാരൊക്കെ ഇന്ന് വത്തിക്കാനകത്തുണ്ട്. എല്ലാവരും ഇവിടെ ക്ലാസ് നേരത്തെ എടുത്തിട്ടുണ്ട്. എല്ലാ വൺ വേൾഡ് ഗവൺമെന്റിന് വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ തന്നെ ഏകലോക മതത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ ഈ റോമാ സാമ്രാജ്യം എങ്ങനെയാണ് ഇതായി മാറിയത്? മർമ്മം മഹദിയ ബാബിലോണായത്. കാരണം എല്ലാത്തിന്റെയും മ്ലേച്ഛതകളുടെയും വിഗ്രഹാരാധനകളുടെയും മന്ത്രവാദത്തിന്റെയും എല്ലാത്തിനും കേന്ദ്രം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞ വാക്കുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് മനുഷ്യൻ ബാബേലില് ശിലാസ്ഥാനം ആരംഭിച്ചതല്ല, അല്ലേ? അവിടെ നിന്ന് ആരംഭിച്ചത് റോമാ സാമ്രാജ്യത്തിന്റെ മഹത്വത്തിലേക്ക് നുഴഞ്ഞു കയറി വന്നു. അങ്ങനെയാണ് മർമ്മം മഹദിയ ബാബിലോൺ റോമിനെ കുറിച്ച് വിളിക്കുന്നത്. ആണോ? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? എന്തുകൊണ്ടാ റോമിനെ മർമ്മം മഹദിയ ബാബിലോൺ വിളിക്കുന്നത്? അത് മറ്റൊന്നുമല്ല, ബാബിലോണിലുണ്ടായ സകല വിഗ്രഹാരാധനകളും എല്ലാ ആഭിചാരങ്ങളും നുഴഞ്ഞു കയറി വന്നു ഇതിനകത്തേക്ക്. ലോകത്തിൽ ഈ പറഞ്ഞു വരാം, ഞാൻ വേഗത്തിൽ ഓടിച്ചു വിട്ടേക്കാം. നമുക്കറിയാം, ഇന്ന് അവരുടെ പോപ്പിനെ പോലത്തെ ആൾക്കാരൊക്കെ പേരിൽ പൊന്തിഫ് എന്ന് പറഞ്ഞ പാലം പണിയുന്നവർ, ദൈവത്തിന് മനുഷ്യരുടെ പാലം പണിയുന്ന വ്യക്തികളൊക്കെ പറഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് ആരംഭിച്ചത് ഉൽപ്പത്തി 9:1-7 വാക്യങ്ങൾ ദൈവം പഠിപ്പിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, നീ ലോകമെമ്പാടും പോയി പെറ്റു വരിക, അല്ലേ? പക്ഷേ മനുഷ്യൻ പറഞ്ഞു, പോകണ്ട, നമ്മൾക്ക് ഈ ഉൽപ്പത്തി 11:1-4 വരെ പഠിക്കുമ്പോൾ ഭൂമിയിലേക്ക് ഒരേ ഭാഷ, ഒരേ വാക്ക്. അവർ കിഴക്കോട്ട് പോയി ദൈവത്തെ വിട്ട്, അല്ലേ? കിഴക്കോട്ട് പോയി ഒരു സമഭൂമി കണ്ട് അവിടെ കൂടിയിരുന്നു. അവർ തമ്മിൽ വരുവിൻ, ചുടുക എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഇഷ്ടികയും കല്ലും മശമണ്ണ് കുമ്മായം ഉപയോഗിച്ച് വരുവിൻ, ഭൂതലത്തൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക, നമുക്കൊരു പേരുണ്ടാക്കാം, എല്ലാം നമുക്ക്. ദൈവം പറഞ്ഞു, ലോകത്ത് അക്ഷത്തോളം നിറയുവിൻ. ഉൽപ്പത്തി 1:26 പഠിപ്പിക്കുന്ന അക്ഷത്തോളം പോയി നിറയുവിൻ. പക്ഷെ ഇവര് പറയാ, നമ്മൾ ചിതറിപ്പോകരുത്, നമുക്ക് പേരുണ്ടാക്കണം. നമ്മളല്ലേ എന്ന് പറയുന്ന മനുഷ്യന്റെ സമ്പ്രദായങ്ങൾ എല്ലാവരും എനിക്കറിയാം. അവസാനിപ്പിക്കാൻ വേണ്ടിയാ ഇത് ജസ്റ്റ് അറിവിലേക്ക് വേണ്ടി മാത്രമേ അതുകൊണ്ടാണ് ഞാൻ വിട്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു പേരുണ്ടാക്കുന്ന ഒരു സമ്പ്രദായം അന്ന് ശീലാദശ ആരംഭിച്ചതാ. അത് തന്നെയാ ഇന്ന് റോമാ സാമ്രാജ്യത്തെ കടന്നു കയറിയിട്ട് അതുകൊണ്ട് മർമ്മം മഹദിയ ബാബിലോൺ നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ സമ്പ്രദായങ്ങളും ആഭിചാരങ്ങളും എല്ലാം ഇതിനകത്തേക്ക് കടന്നുകൂടി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇരിമ്യാപ്രവചനം 9:30 പറയുന്നു, അത് വിഗ്രഹങ്ങളുടെ ദേശമല്ലോ, ഘോര ബിംബങ്ങൾ നിമിത്തം അവർ ഭ്രാന്തന്മാരായിരിക്കുന്നു. ഞാൻ വായിക്കാൻ സമയമില്ല നമുക്ക്. ഇന്ന് ആ ബാബിലോൺ ആരംഭിച്ച സകല ആരംഭങ്ങളും ഇന്ന് വന്നു അടിഞ്ഞുകൂടിയിരിക്കുന്നത് മുഴുവനും റോമാ സാമ്രാജ്യത്തിലാണ്. എന്തുവാകട്ടെ, ഞാൻ അല്പം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. എനിക്കറിയാം, 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇത് എവിടെ ഇരിക്കുന്ന പറയുന്നുണ്ട്, ഈ ജ്ഞാനബുദ്ധി ഉണ്ട്. ഇതിന് ഒരു വെറുതെ വായിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഇതിൽ ദൈവിക ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ഇവിടെ ജ്ഞാനബുദ്ധി ഉണ്ട്. 7 തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലകളാകുന്നു. ഒരുപാട് പറയേണ്ടി വരും. യേശു ക്രിസ്തുവിന് ഒരു മണവാട്ടി ഉള്ളതുപോലെ തന്നെ എതിർ ക്രിസ്തുവിനും ഒരു മണവാട്ടിയുണ്ട്. അവളെ കുറിച്ചാണ് രക്താംബരം ധരിച്ച്, അല്ലേ, മുത്തും ഇരിക്കുന്ന പറഞ്ഞ കാര്യം പറയുന്നുണ്ട്. എന്തുമാകട്ടെ, നമ്മുടെ വിഷയമല്ലെങ്കിൽ ചിന്തയ്ക്ക് വേണ്ടി പറഞ്ഞു പോവുക. 7 മലകളുടെ മുകളിൽ ഇരിക്കുന്നത് ഈ ഭൂമിക്കകത്ത് ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ. പടഞ്ഞതലം റോമ. എന്തൊക്കെ 7 പറയാൻ പോയ
അക്ഷരസ്ഫുടതയ്ക്ക് പോകും നമ്മള്. ഈ 7 മലകളുടെ മേൽ ഇരിക്കുന്ന ഒരു പട്ടണമാണ് ഏത്? റോമ സാമ്രാജ്യം. കൃത്യമായി വേദപുസ്തകം അടിവരയിട്ട് പഠിപ്പിക്കുക. അവർ തന്നെ പറയും ഏകലോക ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുവാൻ, ഇത് ക്രിസ്തുവിനെ സപ്പോർട്ട് ചെയ്യുവാൻ ഏകലോക മതം വേണമെന്ന് അവർ വാശി പിടിക്കുന്നത്. അതുകൊണ്ട് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്, അടുത്തത് നാഷണൽ ക്രിസ്ത്യൻ കൗൺസിൽ എന്നൊക്കെ പറയുന്ന ഒരുപാട് സംഘടനകൾ രൂപം കൊണ്ടത് ഇതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ഏകലോക വൺ വേൾഡ് റിലീജിയന്, ഏകലോക മതത്തിനു വേണ്ടി വർഷങ്ങളായി പണി തുടങ്ങിയിരിക്കുകയാണ് ഇതൊക്കെ, അല്ലേ? കാരണം എതിർ ക്രിസ്തുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ആരംഭിക്കുന്നത്. പക്ഷേ അത് സപ്പോർട്ട് ചെയ്ത് ഏകലോക മതം സപ്പോർട്ട് ചെയ്ത് കള്ളപ്രവാചകൻ സപ്പോർട്ട് ചെയ്ത് പൊക്കി വരുമ്പോഴല്ലോ അവസാനം എതിർ ക്രിസ്തു അവനെ വെട്ടിക്കളയും. അത് വേറെ കാര്യം, അത് പിന്നീട് നമുക്ക് പഠിക്കാനെ കുറിച്ചൊക്കെ. എന്തുമാകട്ടെ, ഈ സഭകളൊക്കെ അവസാനം എല്ലാം വന്ന് ഒരു മതമായി മാറും. ഒട്ടും വൈകാതെ അത് സംഭവിക്കാൻ പോവുകയാണ്. ഒട്ടും സംഭവിക്കത്തില്ല. നോക്കിയോ, ഇതിനൊരു പുതിയ ബൈബിൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാധയും കൃഷ്ണനും പോലെ തന്നെ, അല്ലേ? കുഞ്ഞികൃഷ്ണനും ഉണ്ണികൃഷ്ണനും, അല്ലേ? രാധയും പോലെ തന്നെ മാതാവും യേശു എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ബൈബിൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പച്ചനെ പറയും, വേറെ ഒന്നും ആവശ്യമൊന്നും പേടിക്കുന്ന ആവശ്യമൊന്നുമില്ല, അല്ലേ? ആ പള്ളി അമ്പലത്തിൽ പോവാം, പള്ളി പോവാ, അച്ഛന്മാര് പള്ളി പോവാ, അമ്പലത്തിൽ പോകുന്നു, മലക്ക് പോകുന്നു, അല്ലേ? അങ്ങോട്ട് പള്ളിയിലെ കുടിവരം, അമ്പലത്തിൽ കുടിവരം, ഇവിടെ തിരുമേനി, അവിടെ തിരുമേനി, അവിടെ കൽവിളക്ക്, ഇവിടെ കൽവിളക്ക്, എല്ലാം ഒരേ ആത്മാവിൽ നിറയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുമാകട്ടെ, വിട്ടുപോകുന്ന സമയം കുറവുകളും ഞാൻ പറഞ്ഞത് ഈ ഏകലോക മതം വരാൻ പോവുക. ആ മതം ആരംഭിക്കുന്നത് 7 മലകളുടെ പുറത്തിരിക്കുന്ന, അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ? ഇത് പച്ച മലയാളത്തിൽ POC ബൈബിൾ എഴുതി വെച്ചിട്ട് പോലും ആർക്കറിയത്തില്ല ഏതാണ്. മ്ലേച്ഛതകളുടെ എല്ലാത്തിനും കാപട്യത്തിന് രാജ്യമാണെന്ന്, ദേശമാണെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് വെളിപ്പെടാകുന്നില്ല. അവരുടെ ബൈബിൾ മുകളിൽ POC ബൈബിൾ പോലെ എഴുതിയിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ട്, ബൈബിൾ എന്റെ കയ്യിലുണ്ട്. കൃത്യമായി എഴുതി വെച്ചിരിക്കുക. എന്നിട്ട് പോലും അവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് മർമ്മം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. മർമ്മം ഗ്രഹിച്ചറിയേണ്ടത് ആത്മാവിൽ യോഹന്നാനെ കൊണ്ടുപോകുക. ആത്മാവിൽ കയറിയാൽ മാത്രമേ ഈ മർമ്മങ്ങളൊക്കെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. എന്തുമാകട്ടെ, വിട്ടുപോകുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ സ്ത്രീയാണ് ഏകലോക മതം കൊണ്ടുവരാൻ പോവുക. ഇന്ന് അതിന്റെ എല്ലാ ഒരുക്കങ്ങളും സംഭവിച്ചിരിക്കുക. ഇല്ലെന്നൊക്കെ ആര് വാശി പിടിച്ചാലും ഈ കള്ളപ്രവാചകൻ 7 മലകളുടെ മുകളിൽ വരേണ്ട ആളാണ്. ഹല്ലേലൂയ. ഇതൊക്കെ സംഭവിക്കേണ്ടതാ. നമ്മുടെ കർത്താവ് ഒറ്റ വാക്യം നമ്മുടെ കർത്താവിനുള്ളൂ. മതം വരികയാണ്. നമുക്കറിയാം, മഹദിയ ബാബിലോൺ പറയാൻ കാരണം എല്ലാ ബാബിലോണിലെ എല്ലാവിധമായ വിഗ്രഹാരാധന, ആഭിചാരം എല്ലാം വന്ന് പെട്ടത് കൊണ്ടാണ് ഈ മർമ്മം മഹദിയ ബാബിലോൺ എന്ന് ഈ റോമിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നുകൂടി കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ സമയം മുന്നോട്ട് കടന്നു പോകുക. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ചാൽ ആദ്യത്തെ സൃഷ്ടിച്ചു പോയി, നമുക്കറിയാം. അതിനുശേഷം നോഹയിലൂടെ, വെള്ളത്തിലൂടെ, ന്യായവിധിയിലൂടെ കടത്തിക്കൊണ്ടുവന്നു. നോഹയും മൊത്തം 8 പേർ വെള്ളത്തിൽ രക്ഷ പ്രാപിച്ച് അവർ അക്കരെ കടന്ന് ഭൂമിയിലേക്ക് വന്നു. അവിടെ മുതൽ വീണ്ടും ഒരു തലമുറ ആരംഭിച്ചു. ആ നോഹയുടെ കൊച്ചുമകനായിരിക്കുന്ന ഒരു മകന്റെ പേരുണ്ട്. പേരറിയാമോ നിങ്ങൾക്ക്? നോഹ. ദൈവത്തെ അനുസരിച്ച് ജീവിച്ച നോഹ 7ാം തലമുറക്കാരനായിരിക്കുന്ന കഴിഞ്ഞ് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞു പോയി. നോഹയുടെ ജീവിതത്തിൽ ന്യായവിധി, ജീവിതത്തിലല്ല, ആ തലമുറ ന്യായവിധി വന്നപ്പോൾ 8 പേർ മക്കളും ഭാര്യയും, അല്ലേ? ഭാര്യയും മക്കളും അവരെ കുഞ്ഞുങ്ങൾ അവരൊക്കെ 8 പേർ രക്ഷ പ്രാപിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ആ ഭൂമിയിൽ വേറെ ആരുമില്ല. ആ നോഹയുടെ കൊച്ചുമോന്റെ പേരാണ് നിമ്രോദ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ നിമ്രോദ്, നമുക്കറിയാം, നിമ്രോദ് ബാബേലിലെ എല്ലാവിധ മ്ലേച്ഛതകളെയും എല്ലാ വിഗ്രഹാരാധനകളുടെ ആഭിചാരത്തിലെയും മെയിൻ പുള്ളിക്കാരൻ ഈ നിമ്രോദ് എന്ന് പറഞ്ഞ അദ്ദേഹമായിരുന്നു. നമുക്കറിയാം, ആ നിമ്രോദും അദ്ദേഹത്തിന്റെ ഭാര്യ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിമ്രോദിനെ അവിടെ പേര് കൊടുത്തു സൂര്യദേവന്റെ നിഴലായിട്ട് നിമ്രോദിനെയും ഭാര്യ സെമീരാമിസ് എന്ന് പറയുന്ന മഹാപൗരോഹിത എന്ന് പറയുന്ന സ്ത്രീയെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവർ ആദ്യമായി മതം സ്ഥാപിച്ചത്. ചരിത്രമാണ്, വേറെ വലിയ കാര്യമൊന്നുമില്ല, ചേർത്ത് പറയുക. അപ്പോ ഈ നോഹയുടെ കൊച്ചുമാനാകുന്ന ഈ പുള്ളിക്കാരൻ, ഈ നിമ്രോദ്, അദ്ദേഹം സൂര്യദേവന്റെ നിഴലായിരുന്നു. 1-3 നൂറ്റാണ്ടിലൊക്കെ നമുക്കറിയാം, ചക്രവർത്തി യുദ്ധത്തിന് പോയപ്പോൾ എന്ന് പറഞ്ഞ ചക്രവർത്തി എന്ന് പറഞ്ഞ പുള്ളിക്കാരനൊക്കെ യുദ്ധത്തിന് പോയി ജയിച്ച കഥയൊക്കെ ഇതോടെ വിട്ടുപോകുക.
അപ്പൊ അങ്ങനെ ഈ ഇദ്ദേഹം സൂര്യദേവന്റെ നിഴലായിട്ടും ഭാര്യ ഒരു പുരോഹിതയായിട്ട് നിന്നു. അവരായിരുന്നു ആദ്യമായി മതം സ്ഥാപിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആൾക്കാർ. തുടർന്ന് അവർക്ക് ഒരു കൊച്ചുമോൻ, ഒരു മകൻ ജനിച്ചു. തമ്മൂസ് എന്ന് പറയും. വേദപുസ്തകം വായിച്ചിട്ടുള്ള തമ്മൂസിനെ കുറിച്ച് തമ്മൂസ്, ബാലനെ വിളിക്കുന്ന തമ്മൂസിനെ കുറിച്ച് വായിച്ചിട്ടില്ലേ? ഓക്കെ, ഇതാകട്ടെ, ആ തമ്മൂസ് അത് വാഗ്ദത്ത സന്തതിയായിട്ട് ആ തമ്മൂസ് അവർക്ക് ഒരു ജനിച്ചു. അത് വാഗ്ദത്ത സന്തതിയായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ആ ബാൽ എന്ന് പറയുന്ന ദൈവമായിട്ട് അത് വിളിക്കപ്പെട്ടിരിക്കുക. പിന്നീട് നമുക്കറിയാം റാമിസ് എന്ന് പറയുന്ന ഈ ഭാര്യ, ഈ നിമ്രോദ് ഭാര്യ ആകാശരാജ്ഞിയായും വീനസ് ദേവിയൊക്കെ ആയിട്ട് ഒരുപാട് രൂപാന്തരപ്പെട്ട് ലോകം മുഴുവൻ മതമായി മാറിപ്പോയി. അന്ധകാരത്തിന്റെയും അന്ധവിശ്വാസങ്ങളെയും അത്ഭുതങ്ങളിലേക്ക് ഒരു നിഴലായി മാറിപ്പോയി. അങ്ങനെ അവസാനം വന്നപ്പെട്ടത് റോമാ സാമ്രാജ്യത്തിൽ. മർമ്മ മഹദിയ പറയാൻ പോയ സമയം ഒരുപാട് പോയി, അതുകൊണ്ട് ഞാൻ വിട്ടുപോകുകയാണ്. മനസ്സിലാവുന്നു. അതുകൊണ്ട് ഒരു വൺ വേൾഡ് റിലീജിയൻ, ഏക ലോക മതം ഇപ്പോൾ വരാൻ പോവുകയാണ്. ആ മതം ഈ ലോകത്തെ ഭരിക്കാൻ പോവുകയാണ്. അതിനുള്ള കള്ളപ്രവാചകൻ പോയി വരാൻ പോകുന്നു. ആ കള്ളപ്രവാചകൻ എതിർ ക്രിസ്തു ചേർന്നുകൊണ്ടാണ് അവർ വാഴാൻ പോകുന്നത്. ഒരു പകുതി കഴിയുമ്പോൾ കള്ളപ്രവാചകനെയും കൊന്നു കളഞ്ഞിട്ട് ഈ അന്തിക്രിസ്തു ലോകത്തെ വാഴുമെന്ന് പിന്നീട് വാഴുമെന്നൊക്കെ നമുക്കറിയാം. ഞാൻ വിട്ടുപോകുന്നു. വൺ വേൾഡ് ഗവൺമെന്റ്, സോറി ഗവൺമെന്റ് മാത്രമല്ല, വൺ വേൾഡ് റിലീജിയൻ, ഏകലോക മതത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, മർമ്മ മഹദിയ ബാബുൽ. അത് വരുന്നത് 7 മലകളുടെ മുകളിൽ നിൽക്കുന്ന റോമ സാമ്രാജ്യം. മറന്നു പോകരുത്. ഇതെല്ലാം കടച്ചു വന്നിരിക്കുക. ഞാൻ പറഞ്ഞു വിടുകയാണ്, സമയം കഴിഞ്ഞു പോയി. പഠിക്കാൻ സമയമില്ല. സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ സമ്മിശ്ര ജാതിയെ കുറിച്ച് പഠിക്കാൻ നമുക്കറിയാൻ കഴിയും. അവിടെയുമില്ല, ഇവിടെയുമില്ല. ഒരു കാലം അവിടെയും നിൽക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒരു കാലം അവിടെ പോകും, ഒരു കാലം ഇവിടെ ഉണ്ടാകും. ഇതൊന്നും ഈ സമ്മിശ്ര ജാതി എന്ന് പറയും. അകത്ത് നിന്ന് ലോകം പോകാത്ത ജനം, ശമര്യക്കാരെ പോലെ. ഉണ്ടായത് അതും യഹൂദനും ജാതികളും കൂടി ചേർന്നത് ശമരി ഉണ്ടായതുപോലെ തന്നെ ഈ സമ്മിശ്ര ജാതികൾ, അത് യഹൂദന്മാരുടെ അവരുടെ പ്രവൃത്തികൾ കണ്ട് അവരുടെ കൂടെ പോകുന്നവരാ. സത്യത്തിൽ അവർക്ക് അകത്തില്ല, മാറ്റമില്ല. അകത്ത് മാറ്റമില്ല, രൂപാന്തരമില്ല. ഈ ചക്രവർത്തി ഒരിക്കൽ യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ശത്രുക്കൾ ജയിക്കാൻ കഴിയുന്നില്ല. രാത്രി പുള്ളി സ്വപ്നം കണ്ടു. പുള്ളി പറഞ്ഞു, ഒരു അമ്മയും കുഞ്ഞും എന്ന് പറയുന്ന ഒരു ഫോട്ടോ, ഒരു കൊടി പിടിച്ചിട്ട് പോയാൽ മതി, യുദ്ധം ജയിക്കുമെന്ന് രാത്രി സ്വപ്നത്തിൽ എനിക്ക് ദൈവം കാണിച്ചു എന്ന് പറഞ്ഞു. പുള്ളി കൊടി ഉണ്ടാക്കി യുദ്ധത്തിന് പോയി ജയിച്ചു. നേരം വെളുത്തപ്പോൾ പുള്ളി റോമാ സാമ്രാജ്യത്തിൽ പുള്ളി ഒരു ഉത്തരവിറക്കി. ഇന്നു മുതൽ റോമാ സാമ്രാജ്യം മുഴുവൻ ക്രിസ്തീയ സാമ്രാജ്യമായി മാറ്റപ്പെട്ടു പോയി. ജനങ്ങൾക്ക് മനസ്സ് മാറാതെ മതം മാറി വന്ന ആൾക്കാർ, ഈ അത്ഭുതം കണ്ട് അടയാളം കണ്ട് കർത്താവിന് തിന്നാൻ വരുന്ന ആൾക്കാരില്ലേ, എന്താ പറയാ, അപ്പം തിന്നാൻ വരുന്ന ആൾക്കാര്, സമ്മിശ്ര ജാതികൾ, അവരാണ് ശരിക്കും പറഞ്ഞ എന്ത് വഴി വിട്ടുപോകുന്നത്. അപ്പൊ ഇതല്ല സംഭവിച്ചത്. ഇത് അന്നും ഇന്നും ഇതൊക്കെ തന്നെയാ. ലോകമകത്ത് കിടക്കുന്ന ആൾക്കാർ എല്ലാവരും മൗനമായിരിക്കുന്നുണ്ട്. പോവുക, സമയം കഴിഞ്ഞു പോയി. നിങ്ങൾ വായിച്ചാൽ മതി ബാക്കിയുള്ള കാര്യങ്ങള്. മനസ്സിലായോ നിങ്ങൾക്ക്? മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഗ്രഹിച്ചോ ഞാൻ പറഞ്ഞത്? അത് ഞാൻ പറഞ്ഞത് ഈ ഏകലോക മതവും ഏകലോക ഗവൺമെന്റും രാഷ്ട്രീയവും എഡ്യൂക്കേഷൻ സിസ്റ്റം, വിദ്യാഭ്യാസ മേഖലയൊക്കെ ഈ ലോകത്തിൽ പിശാച് കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ലോകജ്ഞാനം നേടുക. നമുക്കൊരു ജ്ഞാനമുള്ളൂ, ദൈവിക ജ്ഞാനം. അതിനു മുകളിൽ ഏത് വന്നാലും നമ്മളെ വിഴുങ്ങിക്കളയും. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ദൈവജ്ഞാനത്തെക്കാൾ, വചനത്തെക്കാൾ അപ്പുറമായി ഏത് ജ്ഞാനം പ്രാപിച്ചാലും, ഹല്ലേലൂയ, നിങ്ങൾ ഓർക്കണം, ഈ തലമുറയിൽ സംഭവിച്ച വലിയ കാര്യം, ലോകജ്ഞാനം ഒരുപാട് കിട്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. പക്ഷേ അവർ ദൈവജ്ഞാനം പ്രാപിക്കുവാൻ മറന്നുപോയി. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിനെ കരയേണ്ടി വന്നു. എനിക്ക് ഇവിടെ സംഭവങ്ങൾ നമുക്കറിയാം. നമുക്ക് നമ്മുടെ തലമുറകളിൽ ജാതീയ പുരുഷന്മാരുടെ പുറകെ, ജാതീയ സ്ത്രീകളുടെ പുറകെ പോകുന്നു. എനിക്ക് അവരോടൊന്നും പറയാൻ ഈ ദിവസം ഞാൻ കരഞ്ഞ കാര്യമാണ്. എന്നോടുണ്ട് എല്ലാവർക്കും. കാരണം സംഭവിക്കാൻ പാടില്ല, പിട കൂടാൻ പാടില്ല, സത്യമായ കാര്യമാണ്. പക്ഷെ സംഭവിച്ചു. എന്തുകൊണ്ട് സംഭവിച്ചത്? സത്യം പഠിപ്പിക്കേണ്ടതിന് പകരം ഈ ലോകാര്യങ്ങളും ലോകം നേടുവാൻ പഠിപ്പിച്ചപ്പോൾ അവർ സത്യത്തിൽ ചിലർ എനിക്ക് അത് കഴിഞ്ഞ ദിവസമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന. പക്ഷേ ഇന്നും അത് എന്താ പറയുക, കൺഫർമേഷൻ നമുക്ക് ലഭിക്കുക, വീണ്ടും വീണ്ടും പലരും നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റുന്നില്ല. നമുക്ക് പാപം തന്നെയാ. പക്ഷേ സഭക്കകത്ത് ജനങ്ങളെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാ.
പക്ഷേ നമുക്ക് കണ്ണ് ഇന്നും തുറന്നിട്ടില്ല. നമ്മുടേത് സുബോധം നമുക്ക് വന്നിട്ടില്ല. ലോകം കിട്ടുമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ തലമുറ നന്നാവും? ലോകം ജ്ഞാനം മുഴുവൻ കയറി. പിന്നെ ദൈവജ്ഞാനം ഇല്ലെങ്കിൽ ലോകജ്ഞാനം ദൈവജ്ഞാനത്തിന്റെ ശത്രുതയാണ്. അവർ പോയതിൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അവർ പോയതിൽ തെറ്റു പറയാൻ കഴിയില്ല. എനിക്ക് കഴിയില്ല. നല്ല വിശുദ്ധന്മാർ കഴിയത്തില്ലത്. ഹല്ലേലൂയ. അവർ ആദ്യം പറയുന്നത് കർത്താവിനെ കുറിച്ച്, ദൈവത്തെ കുറിച്ച്, ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണമായിരുന്നു. വരുമ്പോ തന്നെ അവർക്ക് ബിസിനസ് ഉണ്ടാക്കുക, അല്ലേ? എന്താ പറയാ, ലോകത്ത് വലിയ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് അവർ ലോകം കയറ്റി കൊടുക്കുകയാ. ഇതിലേക്ക് ഒരുപാട് ആൾക്കാരെ അറിയാം. മിനിസ്റ്റർ ചെയ്യുന്നത് ലോകത്തിലെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ലോകത്തിൽ ഇനി അത് കൊടുക്കാം ഇത് കൊടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ മിനിസ്റ്റർ ചെയ്യിക്കുന്നത്. എന്റെ ദൈവമോ പൈശാചികമായ പ്രവൃത്തികൾ. ഒറ്റ ജ്ഞാനമേ ഉള്ളൂ, ദൈവത്തിന്റെ ജ്ഞാനം. അത് കേറട്ടെ, അവർ ലോകത്തിലെ വലിയവന്മാരായി തന്നെ ജീവിക്കും. എനിക്ക് അത് ഉറപ്പുണ്ട്. എന്റെ ആത്മീയ പിതാവ് എല്ലാം വിട്ട്, പക്ഷേ വലിയ പഠിപ്പൊന്നുമില്ല പിള്ളേർക്ക്, പക്ഷെ അവരൊക്കെ ഇന്ന് വൈറ്റ് ഹൗസിൽ ജീവിക്കുക, ജോലി എടുത്തോണ്ട്. എനിക്കുണ്ട് സാക്ഷികൾ പറയാൻ ഇഷ്ടം പോലെ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഒരു കാര്യം മറന്നു പോകരുത്, നമ്മൾക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ തലമുറകളെ, സഭയിലുള്ള ഓരോ ചെറുപ്പക്കാരെ, ഓരോ സൺഡേ സ്കൂൾ കുട്ടികളെ അവർ നിത്യജീവന്റെ മൊഴികൾ പറഞ്ഞു കൊടുത്ത് ലോകത്ത് വെറുക്കാൻ പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. അത്ര സമ്മതമുണ്ട്. ഈ തലമുറയിൽ സംഭവിച്ചു പോയ, നമ്മുടെ സഭയ്ക്ക് സംഭവിച്ചു പോയ അധാരണമായ എല്ലാം മാറ്റിവെച്ച് നമ്മൾ ഉണരുകയാണെങ്കിൽ ഒരു വിശുദ്ധന്മാരെ, ഒരു തലമുറകളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. ലോകം കൊടുക്കാമെന്നല്ല പറയുന്നത്, കർത്താവിനെ തരാം. കർത്താവ് നിന്നെ ആഗ്രഹിക്കുന്ന പോലെ നിന്നെ ഉയരങ്ങളിൽ കൊണ്ടുപോകണമെങ്കിൽ ഉയരങ്ങളിൽ കൊണ്ടുപോകും കർത്താവ്. നിന്നെ വാഹനമേറ്റി നടക്കുമാറാക്കുന്നത്. എനിക്ക് നല്ല സാക്ഷ്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്. മനസ്സിലാവുന്നുണ്ട്. അവർ തെറ്റിപ്പോയതിൽ അവരെ ഒന്നും പറയാൻ കഴിയത്തില്ല. കാരണം പറയേണ്ടതല്ല പറഞ്ഞു കൊടുത്തത്. ഞാനും കേട്ടതാണല്ലോ, അല്ലേ? പറയേണ്ടത് ദൈവരാജ്യത്തെ കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു നോക്കി അവർ ജീവിക്കും. നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഈ തലമുറയിൽ നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികളെ കുറിച്ച്, എന്താ പറയാ, നമ്മുടെ സഭയിൽ വരുന്ന ഓരോ യൗവനക്കാരെ കുറിച്ച് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ അവരെ നിശ്ചയിച്ചവന്റെ മൊഴികൾ പറഞ്ഞു കൊടുത്ത് കർത്താവിന്റെ വരവിൽ ഒരുക്കണം നമുക്ക്. ഹല്ലേലൂയ. കർത്താവ് അവരകത്ത് ആ ദൈവിക ജ്ഞാനം വീണാറുണ്ടല്ലോ, ദൈവം അവരെ കൊണ്ടുപോകുന്നതേ. അവരുടെ മുമ്പിൽ ദൈവരായമായ, പിന്നെ അവർക്ക് ലോകത്ത് എന്തെല്ലാം വന്നാലും അവർക്ക് ഒന്നുമില്ല. കോടികൾ വന്നാലും പെരുമയും വന്നാലും പുറകെ കിടക്കും. അവർക്ക് ദൈവരാജ്യം മാത്രമാണ് മുമ്പിൽ. അവർ പോകത്തില്ല. ഇന്ന് അവർ പോയി തെറ്റു പറയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ലോകത്തിന് പുറകെ, ലോകമോഹത്തിന് പുറകെ പോയത് കാരണം അവർക്ക് അറിയില്ല, പറഞ്ഞു കൊടുത്തിട്ടുമില്ല. ലോകത്തെ വെറുക്കുവാൻ, ലോകം കിട്ടുമെന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. വിശ്വാസം വരുമ്പോൾ തന്നെ ലോകം നിനക്ക് ലോകത്തിൽ ചില കാര്യങ്ങൾ കൊടുത്തുള്ള നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തുമാകട്ടെ, എനിക്ക് നിങ്ങൾക്ക് ദേഷ്യം തോന്നിയിട്ട് ക്ഷമിക്കുക. എന്റെ അവസാനത്തെ വാക്ക് ലോകത്തെ കുറിച്ച്, അല്ലേ? ഇനി പഠിപ്പിക്കാൻ നമുക്ക് അറിയാം, സമയം കിട്ടുന്ന നമുക്ക് അറിയത്തില്ല. എന്തുമാകട്ടെ, ലോകം ഒരു പൈശാചികമായാണ്, നമുക്കറിയാം. അതിന്റെ പ്രഭു സാത്താനാണെന്ന് നമുക്കറിയാം. ലോകത്തിൽ സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ സിസ്റ്റത്തിന്റെ എന്തെങ്കിലും നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ലോകത്തെ ജയിക്കാൻ കഴിയത്തില്ല. നമ്മുടെ നിത്യതയ്ക്കും ഭംഗം വരുവാൻ ഇടയുണ്ട്. ഹല്ലേലൂയ.